വളരെ പ്രസക്തമായൊരു വിഷയത്തിലുള്ള വ്യവസ്ഥ തയ്യാറാക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ആമുഖം ദീർഘിപ്പിച്ച് സമയം കളയുന്നില്ല. SSFൻ്റെയും SKSSFൻ്റെയും അല്ലെങ്കിൽ SVSൻ്റെയും SKSSFൻ്റെയും പ്രവർത്തകർ ചേർന്ന് തയ്യാറാക്കുന്ന ഈ വ്യവസ്ഥയിൽ മധ്യസ്ഥന്മാരെന്ന നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് മാക്സിമം സമയം 1.5 മണിക്കൂറാണ് തീരുമാനിച്ചത്. ഈ 1.5 മണിക്കൂറിനുള്ളിൽ പരിപാടി നമുക്ക് തീർക്കേണ്ടതുണ്ട്. വാദവും മറ്റ് രൂപഘടനകളുമൊക്കെ തയ്യാറാക്കി പിരിയേണ്ടതുണ്ട്. അള്ളാഹു നല്ല നിലയിൽ ഹക്ക് കണ്ടെത്താനുള്ള സംവാദത്തിന് ഇവിടെ വ്യവസ്ഥ തയ്യാറാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. സത്യം സത്യമായി തിരിച്ചറിയാനും അസത്യത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്ന ആര് തന്നെയായാലും അവരെ തടഞ്ഞു നിർത്താനുമുള്ള ഒരു യഥാർത്ഥ സംവാദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നല്ലവരായ ഉലമാക്കളെ, നാം എല്ലാവരും നമ്മുടെ ഹൃദയാന്തരത്തിൽ നിന്നുള്ള പൂർണ്ണ ഇഖ്ലാസോടുകൂടി യഥാർത്ഥത്തിൻ്റെ വഴി തിരിയുക എന്ന ലക്ഷ്യത്തോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും വേണ്ട നിലക്ക് ഈ ഒരു സംവാദം നടക്കണം എന്നുള്ള നിലക്ക് തന്നെ ഒരു ചർച്ച ഇരുഭാഗത്തു നിന്നും ഉണ്ടാവണം. കാരണം വ്യവസ്ഥകൾ തയ്യാറാക്കുക, അത് പിരിയുക എന്ന നിലക്കാവാതെ പരമാവധി ഈ ഒരു സംവാദം വളരെ കൃത്യമായി നടക്കണമെന്നും ജനങ്ങൾക്ക് ഇതിലുള്ള കെട്ടുകൾ തീർന്ന് ബോധ്യമാവണമെന്നുമുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നാം എല്ലാവരും ഇരിക്കുകയും ഇക്കാര്യം അല്ലാഹു തആല നമുക്ക് വിജയത്തിലെത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടിയുടെ നടപടികൾ ആരംഭിക്കുകയാണ്. അബ്ദുസ്സമദ് അൻവരി, നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൽ. സ്ഥലം കൂടി ഒന്ന് പറഞ്ഞാൽ. ശരിയാണ്. അബ്ദുസ്സമദ് അൻവരി, നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൽ. അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി. വീരാൻകുട്ടി അസ്ലമി, തനിയമ്പുറം. ഹാഫിൽ ഫൈസൽ സക്കീർ, പുല്ലാര. സജാദ് സക്കീർ, തനിയമ്പുറം. അബൂബക്കർ ദാരിമി, പനങ്ങാങ്ങര. മുഹമ്മദ് സലീം ഫൈസി, മട്ടന്നൂർ. മുജീബ് ഫൈസി, പൂലോട്. ഷിഹാബ്, കൊയിഞ്ഞോളം. അലി അക്ബർ ബാക്കവി, തനിയമ്പുറം. ഷൗക്കത്ത് ഫൈസി, മണ്ണറക്കാട്. ബഷീർ ബാക്കവി, തനിയമ്പുറം. മുഹമ്മദ് രാമന്തളി. ഇനിയിപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് ഇവിടെ സംബന്ധിച്ച ആളുകളുടെ പേരും ഒപ്പം ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊരു അടിത്തറ ഉണ്ടാവില്ലല്ലോ. അല്ലേ, അതെങ്ങനെ നമ്മൾ എഴുതേണ്ടത്? അതായത് ഇവർ കൈമാറിയ ലെറ്റർ പേഡിലുള്ള അതേ അഡ്രസ്സായി അല്ലേ? അതന്നെ തലവാചകം എഴുതുന്നതേ. അല്ല, അതൊന്നും നിങ്ങൾ എഴുതി മധ്യസ്ഥന്മാരൊന്നും എഴുതിയിട്ട് അത് നമ്മൾ പിന്നെ നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ ഒപ്പിടുക എന്നുള്ളതല്ലോ. അപ്പോൾ ആ തലവാചകം എന്താണ് എഴുതുന്നത് എന്നുള്ളത് അത് പറയൂ. തനിയാപുരം യൂണിറ്റ് കമ്മിറ്റി ഷാരൻ പാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് സംവാദത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ചെന്ന വ്യവസ്ഥ അതിലെ തീരുമാനങ്ങൾ അതിൽ വേറെ ചെറിയ ചേഞ്ച്. നമ്മൾ ഷെയറെ മുബാറക്ക് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്ന നമുക്ക് ഇത്ര മാത്രം പറയാം. മർക്കസിലുള്ള കാരന്തൂർ മർക്കസിലുള്ള മുടിയിലേക്കോട്ടെ. കാരന്തൂർ മർക്കസിലുള്ള മുടി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നമല്ലല്ലോ. ഷെയറെ മുബാറക്കുമായി ബന്ധപ്പെട്ട് ചർച്ച എന്നതിൽ കവിന്
അതെഴുതാതെ കാരന്തൂർ മർക്കസിലുള്ള എന്നാലും ഒരു പിന്നെ രണ്ടും കൂടി വെച്ചൊരു വിവാദ കേശം എന്നെഴുതിക്കും അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ ഇതൊന്നും ബന്ധമില്ലാത്ത ആളുകൾക്കും തിരിയാവുന്ന രീതിയിൽ ഒന്നും കൂടി വ്യക്തമായിട്ട് സമസ്ത കേരള സുന്നി തനിയമ്പുറം യൂണിറ്റ് SKSSF-ഉം സമസ്ത കേരള സുന്നി യുവജന സംഘം ബ്രാക്കറ്റ്ലെസ് കമ്മിറ്റികൾ തമ്മിൽ വിവാദ കേസ് സംബന്ധമായി നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദത്തിന്റെ വ്യവസ്ഥയിൽ പങ്കെടുത്തവരും തീരുമാനമെടുക്കും. പിന്നെ തീയതി 1/6/2011 തനിയമ്പുറം മർക്കസുകളുടെ നേതൃത്വം. തുടങ്ങല്ലേ? സൈൻ ചെയ്തോ എല്ലാവരും? നമ്മളിപ്പോൾ വിവാദ കേസം സംബന്ധിച്ച സംവാദവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥക്കുള്ള ചർച്ചക്കാണല്ലോ ഇരുന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മുനാദറയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളതിൻ്റെ ചർച്ചകൾ, ഒന്ന് സംവാദത്തിൻ്റെ വിഷയം, അത് പ്രധാനമായ ഒരു ചർച്ച വിഷയമാണ്. സംവാദത്തിൻ്റെ സ്വഭാവം, ഈ രണ്ട് കാര്യം മാത്രമേ നമുക്കിപ്പോൾ ചർച്ച ചെയ്ത് ഫൈനലാക്കേണ്ടതുള്ളൂ അല്ലേ? വിഷയം നമ്മളിപ്പോൾ ഉസ്താമാരെ അല്ലേ, ഞങ്ങൾ വിഷയം സംസാരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മർക്കസു സഖാഫത്തി സുന്നയിലുള്ള മുടി, അതിനെപ്പറ്റിയാണ് ഇപ്പോൾ നമ്മൾ വിവാദ കേശം. അപ്പോൾ ആ മർക്കസിലുള്ളതായ ആ മുടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ല എന്നുള്ള വളരെ മുടിയാണ്. ഇതാണിപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയുടെ മർമ്മം. അപ്പോൾ നമ്മൾ അതിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു സംവാദം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർക്കസിലുള്ള ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ല, മുടിയാണ്. ഇതാണിപ്പോൾ ഇവിടുത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട മർമ്മം അവിടെയാണല്ലോ. അപ്പം അത് നമ്മൾ ജനങ്ങൾക്ക് അതിലൊരു തീർപ്പുണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഈ വിഷയം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ച കൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾ വളരെ നേരത്തെ ആഗ്രഹിച്ച ഒരു ചർച്ചയിലാണിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാ, വളരെ നന്നായിട്ട് തന്നെ ഇത് പര്യവസാനിക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ സംവാദത്തിൽ പറയും. ഇപ്പോൾ സുഹൃത്ത് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ചർച്ചയുടെ ആദ്യത്തെ വിഷയം സംവാദത്തിൽ എന്ത് ചർച്ചയാവണം എന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആദ്യമായി പറയാനുള്ളത്, കേരളീയ മുസ്ലിം സാഹചര്യത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നടക്കുന്ന ഒരു സംവാദ ചർച്ച എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ അടിസ്ഥാനപരമായും
അതുപോലെ സുതാര്യമായും നടക്കേണ്ട ഒരു ചർച്ചയാണ്. അതുകൊണ്ട് പരമ്പരാഗതമായി വിശ്വസിച്ചു പോന്ന മുസ്ലിം സമൂഹം ഇതുവരെ ഇവിടെ കൊണ്ടുവന്ന, അതുപോലെ അവർ ബർക്കത്തെടുക്കുകയും മറ്റും ചെയ്ത കാര്യങ്ങളെ എതിർക്കുന്ന പുത്തൻവാദികൾക്ക് മാറ്ററുണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഷഅർ മുബാറക് അടക്കമുള്ള ആസാറുകൾ, ഈ ആസാറുകൾ സ്വീകരിക്കണമെങ്കിൽ സനദ് സാധാരണക്കാർക്ക് മുമ്പിൽ പോലും വെളിവാക്കണമെന്ന വസ്തുതാപരമായി ഒട്ടും ശരിയല്ലാത്ത ചില വിവാദ വിഷയങ്ങൾ സമൂഹത്തിലേക്ക് വലിച്ചിടുകയും എന്നിട്ട് ഈ കേശത്തെ വിഭാഗമാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ചർച്ച നടക്കുമ്പോൾ അടിസ്ഥാനപരമായി അത് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സനദ് ആവശ്യമാണ്. സനദ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രസിദ്ധപ്പെടുത്തിയാലേ അതിൽ ബർക്കത്തെടുക്കാവൂ, അല്ലെങ്കിൽ അത് വ്യാജമാണ് എന്ന ഒരു പ്രസ്താവന ഇവിടെ കൊണ്ടുവരികയും കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ വലിച്ചിടുകയും ചെയ്തവർ തീർച്ചയായും സമൂഹത്തിന് മുന്നിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ വിവാദകേശം എന്ന വിഷയത്തിൽ നടക്കുന്ന സംവാദം ഒന്നുകൂടി വ്യാപ്തമായി എന്ന് പറഞ്ഞാൽ മർക്കസിലും അതുപോലെ വിവാദമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന രൂപത്തിലുള്ള സംവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും 25,000 രൂപക്ക് വരെ ലേലം ചെയ്ത് വിൽറ്റുന്ന മുടിയിട്ട വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മുടികളുടെ സനതും നമ്മുടെ സനതും എല്ലാം കാണിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സംവാദം. അതങ്ങനെ തന്നെയാണ്. കേരളീയ സാഹചര്യത്തിലേക്ക് ഈ വിവാദം വലിച്ചിടുകയും എന്നിട്ട് നമ്മുടെ ഈ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തുള്ള ഇതിന് സനത് വേണമെന്ന് പറയുകയും അതേസമയം വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങൾ മുടിയിട്ട വെള്ളം നൽകുന്നു എന്ന് പറഞ്ഞ് സനതുള്ള മുടിയാണ് എന്ന് വാദിച്ച ആ മുടി, അപ്പോൾ അതിന് സനത് കാണണം, അതുപോലെ ഇതിനും സനത് കാണണം, എല്ലാം നോക്കണം. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് കേരളീയ സാഹചര്യത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുടികളുടെ കാര്യത്തിൽ നമുക്ക് ഒരു വിശദമായ ഒരു ചർച്ച ഇവിടെ നടത്തണം. അൽഹംദുലില്ലാ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വിഷയം തിരിയും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കേരളീയ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ കേരളീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആനുകാലികമായ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ വിവാദമായ മുടി, വിവാദകേശം, അത് മർക്കസു സഖാഫത്തി സുന്നിയിലുള്ള മുടിയാണ് എന്നുള്ളതാണ് കേരളീയ പശ്ചാത്തലത്തിൽ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്തെ എല്ലാവിധ മുടികളെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് താങ്കൾ ഓർമ്മപ്പെടുത്തിയത് കേരളീയ സാഹചര്യത്തിൽ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ മർക്കസു സഖാഫത്തി സുന്നിയായിലുള്ള ആ വിവാദകേശം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണോ അല്ലേ? മുടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് ബർക്കത്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനി ബർക്കത്തെടുക്കാൻ നമുക്ക് അങ്ങോട്ട് വരാൻ എല്ലാ ദിവസത്തിലും ആളുകൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിന് മനസ്സിലൊരു ബഹുമാനം, ബർക്കത്തെടുക്കാൻ നേരിട്ട് വരാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വരെ മനസ്സിൽ ഒരു ബഹുമാനം തോന്നുന്ന കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ. അങ്ങനെയുള്ള നബിയുടെ അസറാണോ അത് അല്ലേ എന്നതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം എന്നുള്ള കാര്യം. ഇവിടുത്തെ കേരളീയ സാഹചര്യത്തിലുള്ള വിവാദം അതാണ്. അപ്പം ആ വിവാദം അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ശക്തമായ വ്യക്തമായ ഒരു തീർപ്പ് കിട്ടുന്ന വിധത്തിലുള്ള ഒരു സംവാദമാണ്, അതിനു വേണ്ടിയാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മർക്കസു സഖാഫത്തി സുന്നിയയിലുള്ള വിവാദമുടി അത് ഷഅറെ മുബാറക് ആണോ അല്ലേ? ആണ് എന്നൊരു വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ പറയുന്നു, അല്ല എന്ന് ഞങ്ങളും പറയുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അല്ല എന്ന് പറയാൻ നിങ്ങളോട് തെളിവ് ചോദിച്ചിട്ടുണ്ടാകും, സനത് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അപ്പോൾ ആ മുടി ജനങ്ങൾക്ക് അത് എന്താണ് എന്തല്ല, അത് മുബാറക്കായ ഷറഫാക്കപ്പെട്ടതായ ഷഅറത്തു ഷരീഫയാണോ അതോ അല്ലേ
ഇത് നമ്മളിവിടെ ഫൈനൽ ചെയ്ത് ആ ചർച്ച അത് സംവാദത്തിൻ്റെ പ്രസക്തമായ വിഷയമായിട്ട് നമ്മളിവിടെ രേഖപ്പെടുത്തി അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ളൊരു സംവാദം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഒരു വിഷയം, നമ്മൾ ഇരുപക്ഷവും തമ്മിൽ അടിസ്ഥാനപരമായി തർക്കിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്തുത വിഷയം അതെന്തുകൊണ്ടാണ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ആണ് എന്ന് നിങ്ങൾ പറയുന്നത്, അത് രണ്ടു കൂട്ടരുടെയും ദലീലാണ്. നേരത്തെ നൗഷാദ് ഹസനി പറഞ്ഞ കുറേ എന്തുകൊണ്ട് നിങ്ങൾ സനത് ചോദിക്കുന്നു മറ്റൊരു ചോദിക്കുന്നില്ല എന്നുള്ള ആ സനത് ചോദിക്കുന്നതൊക്കെ അവരവർക്ക് അതിൻ്റെ തെളിവ് കിട്ടാൻ ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ്. അപ്പം അതിന് നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളും മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് സംവാദത്തിൽ നമുക്ക് ആവർത്തിക്കാവുന്ന വിഷയങ്ങളാണ്, അത് തെളിവുകളാണ്. അപ്പം ആ തെളിവ് പറയാൻ ആവശ്യമായ നമ്മുടെ വിവാദ വിഷയം അത് ഇവിടുത്തെ വിവാദ കേശത്തെക്കുറിച്ചാണ്. അത് മർക്കസു സഖാഫത്തി സുന്നിയയിലുള്ള കേശമാണ് എന്നുള്ളത് ഞങ്ങളും നിങ്ങളും മാത്രമല്ല പറയുന്നത്, ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ഒന്നിച്ച് പറയുന്നൊരു കാര്യമാണ്. അപ്പം ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ല എന്ന വാദം അതാണ് ഞങ്ങൾക്ക് സമർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം നിങ്ങൾ അത് മുടിയാണ് എന്ന് നിങ്ങൾ ഏതായാലും സമർത്ഥിക്കണം, അതാണല്ലോ നിങ്ങളെ വാദം. അപ്പം ഈ വാദം നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മർക്കസു സഖാഫത്ത് സുന്നിയയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം ഉണ്ട്, അത് ഞങ്ങൾ തെളിയിക്കും, അതിന് സന്നദ്ധരുമാണ്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അതൊക്കെ അത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, അതിൻ്റെ സനത്, അതിൻ്റെ മറ്റു കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ആവശ്യമായ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കണം, ഇപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞത് മർക്കസിലെ മുടി വിവാദമായി. മർക്കസിലെ മുടി വിവാദമാക്കിയത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഷഅർ മുബാറക്ക് ഏകദേശം 6 കൊല്ലത്തോളമായി മർക്കസു സഖാഫത്ത് സുന്നിയയിലുണ്ട്. അതിവിടെ മറ്റുള്ള ആരും വിവാദമാക്കാനും പോയിട്ടില്ല, നിങ്ങളാണ്, അല്ലെങ്കിൽ പുത്തൻവാദികൾ. പിന്നെ അദ്ദേഹം പറഞ്ഞു മർക്കസിലെ മുടി മാത്രമാണ് വിവാദം. അത് നിങ്ങൾ കേരളീയ സാഹചര്യത്തിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. കാരണം ഇവിടെ എല്ലാ മുടികളും വിവാദത്തിലാണ് ശരിക്കുള്ളത്. കാരണം എന്ത് ചോദിച്ചാൽ വഹാബികൾ അവർ കൃത്യമായി പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു മുടി തന്നെ ഇല്ല എന്നാണ്. കേരളത്തിലെന്നല്ല, ലോകത്തെവിടെയും, നിങ്ങൾ പറഞ്ഞ വെല്ലൂരിലും. അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനവർ പറഞ്ഞ കാരണം ഇപ്പോൾ നിങ്ങൾ മർക്കസിലെ മുടിയെ എതിർക്കാൻ പറഞ്ഞ അതേ കാരണമാണ് അവർ അതിനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനതാണ് പറഞ്ഞത്, നമ്മൾ പരമ്പരാഗതമായി ഇവിടെ വിശ്വസിച്ചു പോരുന്ന ഒരാശയമുണ്ടായിരുന്നു. അതെന്താണ്? വെല്ലൂരിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കശ്മീരിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടൊക്കെ റസൂലുള്ളാഹിന്റെ ഷഅറുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അത് ഐക്യത്തോടെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതിലാരും തർക്കിക്കാറില്ല, സനത് ചോദിക്കാറില്ല, അത് അവിടെ പോയി വെള്ളം കുടിക്കും. അതേ സമയത്ത് ഇത് ഉസ്താദിനോടുള്ള ഒരു ഹസദിൽ നിന്ന് ഉടലെടുത്ത ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തന്നെ അത് പാടില്ല എന്ന് പറയുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദമാക്കുകയുമാണ് ചെയ്തത്. വിവാദം എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരങ്ങളും കാര്യങ്ങളും വിവാദമായി. ഇപ്പം നിങ്ങൾ 25,000 രൂപക്ക് നിങ്ങളെ ബഹുമാനപ്പെട്ട ഖാസിമി ലേലം ചെയ്ത ആ മുടി, ലേലം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. ആ മുടി ഇപ്പോൾ വിവാദത്തിലുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കതിൽ കുഴപ്പമുണ്ടോ ഇല്ല എന്നല്ല ഞാൻ ചോദിച്ചത്. അതേ സമയത്ത് സനത് ഉണ്ടായാലേ സ്വീകരിക്കാവൂ, സനത് പറയണം എന്ന് നിങ്ങൾ പറഞ്ഞതോടെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അതിന് വഴി പറഞ്ഞുതരാം. എന്താണ്? ഇന്നലെയും SKSF നടത്തിയ മുഖാമുഖത്തിലും ചോദിച്ചിട്ടുണ്ട് വെല്ലൂരിലെ മുടിയുടെ സനത് എന്താണ്. കാരണം അത് ചോദിപ്പിക്കാൻ ഉണ്ടാക്കിയത് നിങ്ങളാണ്. സനത് ഉണ്ടായാലേ സ്വീകരിക്കൂ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. എന്നിട്ട് 25,000 രൂപയ്ക്ക് ലേലം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ത് സനത് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ആക്കാം, ഞങ്ങൾ രണ്ടുപേരും ഇപ്പം മർക്കസിലെ മുടിയുടെ സനതാണല്ലോ, ഓക്കെ, ഞങ്ങൾ റെഡി, അത് ഞങ്ങൾ സനതും മറ്റു കാര്യങ്ങളൊക്കെ തെളിയിക്കുക. അതുപോലെ ഞങ്ങളത് തെളിയിക്കുന്നതോടൊപ്പം 25,000 രൂപക്ക് ലേലം ചെയ്ത ആ വെല്ലൂരിലെ മുടിയുടെ സനത് നിങ്ങളും തെളിയിക്കണം, ഹാജരാക്കണം. അത് രണ്ടും കൂടി നമുക്ക് ഒരു വിഷയമായിട്ട് എഴുതിയിട്ട് ഒരു വാദപ്രതിവാദം നടത്തിയാൽ വിഷയം തീരുമാനം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ കേരളീയ സാഹചര്യത്തിൽ വെറുതെ അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെയാണ് മർക്കസിലെ മുടി വിവാദമാക്കിയത്. അത് ഞങ്ങളാരും വിവാദമാക്കിയതല്ലല്ലോ, നിങ്ങൾ എടുത്തിട്ട് വിവാദമായി. ആ വിവാദമായപ്പോൾ നിങ്ങൾ ചിലത് അനുഭവിക്കണം. അതിൽപ്പെട്ടതാണ് 25,000 രൂപക്ക് നിങ്ങൾ ലേലം ചെയ്ത് വിറ്റ ആ വെള്ളം ഏതാണോ ആ വെള്ളത്തിന്റെ മുടി, അതിന്റെ സനതും കാര്യങ്ങളും നിങ്ങളും പറയണം, മർക്കസിന്റെ സനത് ഞങ്ങളും പറയും. തീർച്ചയാണ് അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ മർക്കസിലെ മുടിക്ക് മാത്രം സനതും തെളിവും വേണം, ബാക്കിയുള്ളതിനൊന്നും വേണ്ട, അത് ശരിയല്ല എന്ന് പ്രത്യേകമായി സമയം നിശ്ചയിച്ചില്ലല്ലോ. ഇല്ല, സമയം നിശ്ചയിക്കണമെങ്കിൽ 2 കൂട്ടർക്കും സമയമുണ്ട്, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല.
വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. അതുകൊണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നമ്മളിവിടെ എഴുതിയത് തന്നെ എന്താണെന്നറിയോ? എന്താ മാറ്റെടുക്ക് അല്ല പിന്നെ അത് കൊടുത്തു. ഇതനുസരിച്ച് തന്നെ ഇപ്പൊ നിങ്ങളും അത് എഴുതിയല്ലോ ഇവിടെ. എന്താണ്? കമ്മിറ്റികൾ തമ്മിൽ വിവാദ കേസ് സംബന്ധമായി. ഓക്കെ, വിവാദ കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു, അതോടുകൂടി തന്നെ കേരളത്തിൽ ഇപ്പൊ നിങ്ങളുടെ ലേലം വിളി വളരെ വിവാദമായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും അതിന്റെ തെളിവും കാര്യങ്ങളും നിങ്ങളും കൊണ്ടുവരണം, മർക്കസിലുള്ളതിന്റെ തെളിവും കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവരും. രണ്ടും കൂടി കൂടിയിട്ട് ഒരു സംവാദം നടത്തിയാൽ സംഗതി ഉഷാറായി. ഇവിടെ നമ്മൾ വിവാദ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വഹാബികൾ പല ഈ വിഷയത്തിൽ കേരളത്തിലുള്ള വഹാബികൾക്കും മൗദൂദികൾക്കും പല ഈ വിഷയം ഈ മർക്കസിലുള്ള മുടിയല്ല റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ വിവാദമുണ്ട്. ഇവിടെ കേരളത്തിൽ റസൂലുള്ളാഹിന്റെ എല്ലാ മുടിയുടെ പേരിലും വഹാബികൾക്ക് വിവാദമുണ്ട്. ഇപ്പൊ വഹാബികൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ മുടിക്ക് അസാധാരണത്വമുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അത് അവരെ പറ്റി നമുക്കറിയാലോ, അവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹാബികളായിട്ടുള്ള വിവാദം ഇവിടെ ചർച്ച ചെയ്യാനല്ല ഞങ്ങളും നിങ്ങളും കൂടിയിട്ടുള്ളത്. ഇവിടെ സുന്നി വിഭാഗങ്ങളായ നമ്മൾ 2 പക്ഷവും നമ്മൾ ഇരുപക്ഷവും വിവാദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഇവിടുത്തെ കേരളീയ സാഹചര്യം. അല്ലാതെ കേരളീയ സാഹചര്യത്തില് ഇവിടെ പല വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിയെ സംബന്ധിച്ച് അത് മുടിയാണോ അല്ലേ എന്നുള്ള വിവാദങ്ങൾ മാത്രമല്ല, വഹാബികളായിട്ട് നമുക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾ അവരും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു സംവാദം നടത്താനോ അല്ലല്ലോ. ഇവിടെ നമ്മൾ തമ്മിൽ നടക്കുന്ന വിവാദം, ആ വിവാദത്തിൽ പരാമർശിക്കപ്പെടുന്ന മുടി മർക്കസിലെ മുടി മാത്രമാണ്. വെല്ലൂരിലെ മുടി, ആ മുടിയെ സംബന്ധിച്ച് ഞങ്ങൾക്കും വിവാദമില്ല, നിങ്ങൾക്കും വിവാദമില്ല. നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. വെല്ലൂരിലുള്ള മുടി, ആ മുടി ഇവിടെ വിവാദമേ അല്ല. കേരളീയ സാഹചര്യത്തിൽ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു ശ്രദ്ധിക്കണം, കേരളീയ സാഹചര്യത്തിൽ വിവാദമായിട്ടുള്ള മുടി മർക്കസിലെ മുടി മാത്രമാണ്, അല്ലാതെ വെല്ലൂരിലെ മുടി ഇവിടെ വിവാദമായിട്ടില്ല. പിന്നെ നിങ്ങൾ ഏതായാലും പറഞ്ഞു മർക്കസിൽ മുടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയും ചെയ്തു. അപ്പോ ചുരുക്കത്തില് നമ്മൾ തമ്മിൽ വിവാദമായിട്ടുള്ള മർക്കസു സഖാഫത്ത് സുന്നിയിലുള്ള മുടി അത് റസൂലുള്ളാഹിന്റെ തിരുകേശമാണെന്ന് നിങ്ങൾ പറയുന്നു, അല്ല എന്ന് ഞങ്ങൾ പറയുന്നു. ഈ വിഷയം മധ്യസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കണം. ഈ വിഷയം ഇത് ഇവിടെ ഒരു സംവാദം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന സംവാദമാണ്. ആ സംവാദം ഞാൻ ഒന്നുകൂടി വിഷയം അവതരിപ്പിക്കാം. ഞങ്ങളുടെ വിഷയം പറയാം. മർക്കസു സഖാഫത്ത് സുന്നിയിലുള്ള വിവാദ മുടി റസൂലുള്ളാഹിന്റെ തിരുകേശമല്ല. അപ്പോ നിങ്ങൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മർക്കസു സഖാഫത്ത് സുന്നിയിലുള്ള മുടി, നിങ്ങൾ ഈ വിവാദ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ മർക്കസു സഖാഫത്ത് സുന്നിയിലുള്ള മുടി റസൂലുള്ളാഹിന്റെ തിരുകേശമാണ്. ഇതല്ലേ നമ്മൾ തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നം. വേലൂരിലുള്ള മുടി അത് വിവാദമല്ലല്ലോ. ലേലം വിളിച്ചിട്ടില്ലല്ലേ? ലേലം വിളി അവിടെ നടന്നില്ല, സംഭാവന ചോദിച്ചൊക്കെയാണോ? ഓക്കെ, ലേലം വിളി അവിടെ നടന്നില്ല. ഓക്കെ, അപ്പോ ഇവിടെ ലേലം വിളിച്ച ആ ലേലം വിളിയെ സംബന്ധിച്ചുള്ള വിവാദം ചർച്ച ചെയ്യാനല്ല ഇവിടെ വന്നിട്ടുള്ളത്. മറിച്ച് വേലൂരിലെ മുടി അത് ഞങ്ങൾക്കും അത് തർക്കമില്ല, നിങ്ങൾക്കും തർക്കമില്ലാത്തൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ വിവാദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്ന മർക്കസിലുള്ള മുടി ആ മുടി നമ്മൾ അപ്പോ ശരിയാണ്ട് വിഷയം ശരിയായി വരുന്നുണ്ട്. എന്താണെന്നറിയോ, നിങ്ങളെ അത് പഠിപ്പിക്കാൻ തന്നെ ഞങ്ങൾ കാരണം ഇത് ജനങ്ങളൊന്ന് പഠിക്കണം. കാരണം കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള മുടിയാകുമ്പോൾ സനത് വേണം. വെല്ലൂരിലുള്ള മുടി ലേലം ചെയ്യുന്ന ലേലം വേണ്ട, നിങ്ങൾ വിറ്റു, അതിന് നിങ്ങൾക്ക് ഒരു സനതും വേണ്ട. ആളുകൾ പഠിക്കട്ടെ, എവിടെ അതിന്റെ സനത്? അത് ചോദിക്കുന്നെന്ന് നിങ്ങൾക്കറിയാം. കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇലായൗമിൽ ഖിയാമ സാധ്യമല്ല. അത് തന്നെയാണ് വിഷയം. ഇതന്നെയാണ് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലെത്തുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് വേണം? സനത് വേണം. അതേ സമയത്ത് വെല്ലൂരിൽ സനത് വേണ്ട, തുർക്കിയിൽ സനത് വേണ്ട, സുഡാനിൽ സനത് വേണ്ട. ഇതിന് മലയാളത്തിൽ അസൂയ എന്നും അറബിയിൽ ഹസദ് എന്നും പറയും. മനസ്സിലായെങ്കിൽ അത് തന്നെയാണ് ജനങ്ങൾ പഠിക്കേണ്ട കൃത്യമായ വിഷയം. ഇപ്പൊ എന്തായി? വിവാദമുടി. വിവാദം എന്ന് പറഞ്ഞാൽ വഹാബികളെ ആശയത്തിലാപ്പങ്ങളുള്ളത്, അവിടെയാണ് വിഷയമുള്ളത്. കേരളത്തിലെ വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദത്തിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതാ ഇപ്പൊ ഇയാൾ പറയാണെന്ത്? വെല്ലൂരിലെ മുടി വിവാദമല്ല. ആര് പറഞ്ഞു? നിങ്ങളെ പിന്നെ കാസി ബാവുലിനോടെന്ന് പറഞ്ഞില്ലേ?
വെല്ലൂരിൽ മുടിക്ക് സനദില്ല പറഞ്ഞില്ലേ? നിങ്ങൾ കൃത്യമായി പറഞ്ഞില്ലേ? നിങ്ങൾ പറ, ആര് പറഞ്ഞു? അപ്പൊ സനദില്ല, സനദുണ്ട്, അതും വിവാദമാണ്. അപ്പൊ അതുകൊണ്ട് മർക്കസിൽ നിങ്ങൾ തെളിയിക്ക. ഞങ്ങൾ പറഞ്ഞല്ലോ, മർക്കസ് സഖാഫത്ത് സുന്നിയിലുള്ള മുടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. ഒരു തർക്കവും അതിലില്ല. പക്ഷേ അതുപോലെ നിങ്ങളും ചെയ്യണം, തീർച്ചയായും ചെയ്യണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വെല്ലൂരിലുള്ള മുടി അതിന് സനദുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കണം. അതുപോലെ ഇതിന്റെ സനദ് ഞങ്ങളും വായിക്കാം. ധൈര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം സനദ്, അപ്പുറത്തേക്ക് സനദ് വേണ്ട. ഇത് പൊട്ടപ്പോയത്തമാണ്. ഇത് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. അതുകൊണ്ട് വിവാദ കേസുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നിങ്ങൾ എഴുതിക്കോ. നിങ്ങളെ പറഞ്ഞ പോലെ മർക്കസിലെ മുടി പാണെന്നും അല്ലാന്ന് നമുക്ക് വാദിക്കാം. അതോടൊപ്പം തന്നെ പിന്നെ വെല്ലൂരിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടോ ഇല്ലേ എന്നല്ല, നിങ്ങളെ വാദം അനുസരിച്ച് അത് തെറ്റാണ്. കാരണം നിങ്ങളെ വാദം എല്ലാ മുടിയും സ്വീകരിക്കണം, സനദ് വേണമെന്നാ, സനദ് കാണിക്കണം എന്ന് വേണം. അപ്പൊ നിങ്ങളെ വാദം അനുസരിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്, വെല്ലൂരിലെ മുടിക്ക് സനദ് നിങ്ങൾ കാണിച്ചിരിക്കണം. സനദ് കാണിക്കാതെ സ്വീകരിക്കൂല എന്നാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് 25,000 രൂപക്ക് ലേലം ചെയ്യുന്നതിന് മുമ്പ് സനദ് അന്വേഷിക്കാതെ പോയത്? അപ്പൊ കാന്തപുരം ഉസ്താദിന് മാത്രം സനദ്, മറ്റുള്ളവർക്ക് സനദ് വേണ്ട. അതൊന്ന് തീരുമാനിക്കണം ആൾക്കാർ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പരമാവധി നമ്മളിത് ഈ വിഷയം സംവാദത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണ് പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ആമുഖമായി പറഞ്ഞു. വിഷയം വഴിമാറ്റി വിട്ട് വിശാലമാക്കി വിഷയത്തിൽ നിന്ന് തെന്നിക്കാനും വേണ്ടി ശ്രമിക്കരുത് എന്ന് വിനയപുരസരം ആവശ്യപ്പെടുകയാണ്. ഇവിടെ വിവാദമുണ്ടായത് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം. വഹാബികൾ നേരത്തെ തന്നെ റസൂലുള്ളാഹിൻ്റെ പല ആധാറുകളെ നിഷേധിക്കുന്നുണ്ട്. അത് സംബന്ധമായ മണ്ഡനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിരിക്കട്ടെ, ഇവിടെ കേരളീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംവാദത്തിലിരിക്കാനും ഒരുപാട് മണ്ഡന പ്രസംഗങ്ങൾ നടക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളും മറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കാനൊക്കെ നിമിത്തമായ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇരു കൂട്ടർക്കും അറിയാവുന്ന, പച്ച മലയാളികൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു സംഗതി മർക്കസിലെ വിവാദ മുടികളാണ്. അതുകൊണ്ട് ഈ മർക്കസിലെ വിവാദ മുടികളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കയ്യിലായതുകൊണ്ട്, നിങ്ങൾ അത് റസൂലുള്ളാഹിൻ്റെ മുടിയാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് അത് സ്ഥാപിക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ്. പിന്നെ വേലൂരിലുള്ള മുടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് റസൂലുള്ളാഹിൻ്റെ മുടികളെ സംബന്ധിച്ച് അതൊന്നും ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. അത് നമുക്ക് വേണമെങ്കിൽ വേറെ സംവാദം വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ തർക്കമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം നിങ്ങളും അത് അംഗീകരിച്ച, ഇരുകൂട്ടരും അംഗീകരിച്ച, നമ്മുടെ ഇടയിൽ ഒരു തർക്കമുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വിഷയത്തിലേക്ക് വരണം. ഇതെല്ലാവർക്കും തിരിയുന്നതാണ്. മർക്കസിലെ നിലവിലുള്ള മുടി ഷെയറെ മുബാറക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന, പള്ളിയെടുക്കുന്ന, അതിന് പിരിവ് നടത്തുന്ന, അതുപോലെ തന്നെ മറ്റു ബിസിനസ്ഷിപ്പും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗതി, ഇതാണ് ഇന്ന് കേരളീയ സാഹചര്യത്തിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, ഈ വിഷയത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ലത്തീഫയിലെ മുടി നിങ്ങളും തമ്മിൽ തർക്കമില്ലല്ലോ, നമ്മളറിയില്ല അങ്ങനെ തർക്കമുണ്ടായതായി. നിങ്ങളും അത് അംഗീകരിച്ചത്, നിങ്ങൾ എഴുതിയതും നിങ്ങൾ പറയുന്നതൊക്കെ ധാരാളം രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, വിഷയം വഴിമാറ്റി വിടരുതെന്നാണ് നമ്മുടെ ഇർഫാനി ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. വിഷയത്തിൻ്റെ മർമ്മം ഇവിടെ നമ്മൾ എഴുതി വിവാദ കേശം എന്ന്. അതിൽ മുത്തലക്കാണ്, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളിപ്പോൾ മർക്കസിൽ നിന്നുള്ള കൈതൂട്ടുക, അതല്ലേ ഇപ്പോൾ പറഞ്ഞത്. വിവാദ കേശം പറഞ്ഞാൽ മർക്കസിൽ കേശം എന്നാ. വിവാദ കേശം ഏതൊക്കെ വിവാദ കേശമായോ കേരളീയ സമൂഹത്തിൽ, കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു SKSF അല്ലല്ലോ, SSF ലീഗുകാരും എല്ലാവരും ഉണ്ടാകും. അപ്പോൾ കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മാത്രമാണ് അല്ല. ഇപ്പോൾ കേരളീയ സമൂഹത്തിൽ നിങ്ങൾ ഒരു വിഭാഗം മർക്കസിലെ മുടി വിവാദമാക്കി, അതോടുകൂടി നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ലത്തീഫിയയുടെ മുടി വിവാദമാക്കി, വെല്ലൂരിലെ മുടി വിവാദമാക്കി. ഇത് കണ്ടോ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. ചന്ദ്രിക, ഈ ചന്ദ്രിക കാസർഗോഡ് എഡിഷനിൽ ഇറങ്ങിയതാണ്. തിരുകേശം യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കണം ഖാദി ബാവ മുസ്ലിയാർ. ഇതിൽ പറയുന്നു, ബാക്കിയാത്തിലും ലത്തീഫയിലുമുള്ള മുടികൾക്ക് ശരിയായ സനദി ഇല്ലാത്തതിനാൽ അത് കൊട്ടിഘോഷിക്കാറില്ല എന്ന്. അത് കൊട്ടിഘോഷിക്കാറില്ല, 25,000 വിറ്റ് ഘോഷിക്കാറുണ്ട്. ശരി, അപ്പം നമുക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ വിവാദമാക്കിയെന്ന്. ഞങ്ങൾക്കും നിങ്ങൾക്കും തർക്കമില്ല. നിങ്ങൾ പറയുന്നത് പൊള്ളാണ്, കളവാണ്. ഇത് നിങ്ങൾ പത്രത്തിൽ കാളിയാർ ആവശ്യപ്പെട്ടത്. പിന്നെ എന്താ ഞങ്ങൾ മനസ്സിലാക്കിയത്? ഇത് നിങ്ങൾ വിവാദമാക്കി. ഇന്നലെ SKSFന്റെ മുഖാമുഖം കോഴിക്കോട് സംഘടിപ്പിച്ചത് പിരിച്ചുവിട്ടതും ഈ വിവാദത്തിന്റെ പേരിലാണ്. ലത്തീഫിയേലും മുടി ചോദിച്ചതിന്റെ പേരിലാണ്.
അതുകൊണ്ട് നമ്മളെ വിഷയത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല. വിവാദകേശം അതാണ് പറഞ്ഞത്. കേരളത്തിൽ ഇന്ന് പലതും വിവാദമായി. എല്ലാം വിവാദമാക്കിയത് നിങ്ങളാണ്. മുജാഹിദുകൾക്ക് നിങ്ങളൊരു മുക്കൂട്ട് മുന്നിൽ ഏഷ്യാനേറ്റും പ്രബോധനത്തിനാണല്ലോ ഇപ്പോൾ ലേഖനം വരാൻ തുടങ്ങിയത്. പ്രബോധനം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കേൾക്കാക്കണ്ട. പ്രബോധനത്തിലാണ് ലേഖനം വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ ആർജവത്തോടു കൂടി പറയുന്നു, മർക്കസിലുള്ള ഷാർ മുബാറക്കിൻ്റെ 6 വർഷത്തോളമായ അവിടെയുള്ള ബറക്കാത്തി തങ്ങന്മാരിൽ നിന്നും ഹദ്റജി മുഖേന ലഭിച്ചതും അതിൻ്റെ സനത് ഞങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തും, അത് തെളിയിക്കുകയും ചെയ്യും. അതോടുകൂടി കാന്തപുരം ഉസ്താദിന് മാത്രം ഒരു സനതും ആ സനത് മുഫസ്സറും മുഖ്തസറും ഒക്കെ അവിടെ വേണം. മർക്കസ് വിട്ടാൽ പിന്നെ ഇസ്ലാമിക് സെൻ്ററൊക്കെ എത്തുമ്പോൾ അതൊന്നും മാട, അവിടെ ശുഹൃത്ത് മതി എന്നുള്ള ഈ ഒരു മുടന്തന്യായം നിങ്ങൾ സമൂഹത്തിൽ പറയരുതെന്ന് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മറുപക്ഷത്തെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ വിഷയം പിന്നെയും മാറ്റുകയാണ്. ഇവിടെ വിവാദം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മൾ തമ്മിലുള്ള വിവാദം, നിലവിലുള്ള വിവാദം ഇതെല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന ഈ സംഗതി നിങ്ങൾ എന്തിനാണ് വെറുതെ വിഷയം? നിങ്ങളുടെ കയ്യിൽ ഒരു മുടിയുണ്ട്, മർക്കസിലൊരു മുടിയുണ്ട്, അല്ലെങ്കിൽ മുടികളുണ്ട്. ഈ മുടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനാവൂല എന്നും നിങ്ങൾ അതിന് പറയാൻ സന്നദ്ധനല്ല എന്നുമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് എന്തോ അപ്പുറത്തേക്ക് മാറാൻ, വെല്ലൂരിലെ മുടിമലേക്ക് ചർച്ച വിട്ട് മർക്കസ് എന്ന് മാറ്റിക്കാൻ നിങ്ങൾക്ക് പരമാവധി ശ്രമമുണ്ട്. അതിന് ഞങ്ങൾ വിടൂല. നിങ്ങളിത് കളിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ അൻവർ സാഹിബ് ഒരുപാട് കളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ SKSF-ന്റെ അല്ലെങ്കിൽ സംസ്ഥയുടെ പരിപാടി ഈ വെല്ലൂരിലെ ലത്തീഫയുടെ സനതി ചോദിച്ചതിന് പിരിച്ചുവിട്ടു എന്നുള്ളത് ഞങ്ങൾ മുമ്പിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ പറയരുത്, പച്ചക്കളവ് പറയരുത്. നിങ്ങൾ പുറത്തു പോയിട്ട് വേണമെങ്കിൽ പച്ചക്കളവ് നിങ്ങൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചോളൂ, അത് വളരെ കളവാണ്. മറ്റൊന്ന്, ഖാദിയുടെ പ്രസ്താവനയായി വന്നത് അത് വേറെ പത്രത്തിൽ അതിൻ്റെ തിരുത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖാദി എന്താണ് പറഞ്ഞത്? ഖാദി പറഞ്ഞത് യഥാർത്ഥത്തിൽ ലത്തീഫയിലെ മുടിക്ക് സനദില്ല എന്ന് ഖാദി പറഞ്ഞിട്ടില്ല. ഖാദി പറഞ്ഞ് ലത്തീഫയിലെ മുടിക്ക് സനദുണ്ട്, സനദില്ലാത്ത വേറൊരു മുടി അവിടെ ഉണ്ട്, അവിടെയല്ല ലത്തീഫയിലുള്ള വേലൂരിൽ തന്നെ മറ്റൊരു സ്ഥലത്ത്, അതിന് സനദില്ല എന്നാണ് ഖാദി പറഞ്ഞത്. അതിവിടെ വിഷയമല്ല. വേലൂരിലെ മുടിയോ അല്ലെങ്കിൽ ഈജിപ്തിലെ മുടിയോ അല്ലെങ്കിൽ തുർക്കിയിലെ മുടിയോ അല്ലെങ്കിൽ ഇസ്തംബൂളിലെ മുടിയോ അതൊന്നും ഇവിടെ തർക്കമല്ല, നമ്മളുടെ ഇടയിൽ തർക്കമല്ല. നമ്മളിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്ര വിശാലമായിട്ട് വേണം എന്ത് വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഇരുന്ന വിശാലമായ അവസരങ്ങൾ നമ്മളിവിടെ ഉണ്ടല്ലോ ജീവിക്കോളം കാലം. ഇപ്പം നമ്മളിവിടെ വന്നത് എല്ലാവർക്കും അറിയാം, ഇത് ഏത് നാടനും ഏത് പൊട്ടക്കുട്ടിക്കും തിരിയുന്ന വിഷയമാണ് മർക്കസിലുള്ള വിവാദ മുടികൾ. ഈ വിഷയത്തിലേക്ക് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ വരുമെന്നും നിങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ മേനി നടിക്കുന്ന ഈ മുടിയെ നിങ്ങൾ തെളിയിക്കുമെന്നും ഞങ്ങൾക്ക് സനത് അല്ലെങ്കിൽ അതിൻ്റെ രേഖ അല്ലെങ്കിൽ അതിൻ്റെ ദലീല് നിങ്ങൾ സമർത്ഥിക്കുമെന്നും അതിനു വേണ്ടി നിങ്ങൾ സംവാദത്തിലേക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് മാറി വരുന്നുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല ഇർഫാൻ, നിങ്ങളിപ്പോൾ ഇവിടെ എന്താ എഴുതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? വിവാദകേശം എന്നോ മർക്കസിന് മുടിയെന്നോ ഇവിടെ എഴുതിയത് രണ്ടാളും ഒപ്പിട്ടല്ലോ ഇപ്പം. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാദകേശം എന്നാണോ മർക്കസിലെ കേശം എന്നാണോ എന്താ എഴുതിയത്? പിന്നെ ഞങ്ങൾ കളവില്ലേ? നിങ്ങളെ മുമ്പിൽ നല്ല കളവല്ല, ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. നിങ്ങളെ മുമ്പിലും പറയും മീതിയും പറയും. ഇനി കേട്ടോളി, നിങ്ങളെ കളവ് മുടി കെട്ടുണ്ട് എന്നല്ല നിങ്ങൾ മർക്കസ് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞിരിപ്പിച്ചത് അല്ലേ? ഒന്ന്, മർക്കസ് കുടുംബ ട്രസ്റ്റാണ്, കളവാണോ അല്ലേ? പറ, അത് നിങ്ങൾ പറ. നിങ്ങൾ കളവ് നമുക്ക് പറയാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ വിവാദമായില്ലേ? ഇപ്പോൾ വെല്ലൂരിയിലെ മുടിയും വിവാദമായി, കാലിയാർ തിരുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ തിരുത്തുമ്പോൾ തന്നെയല്ലേ വിവാദമാണത്? അതന്നെയല്ലേ വിവാദമായി. ലത്തീഫിയയിലെ മുടി വെല്ലൂരിലെ മുടി ഉണ്ട് എന്ന് പറഞ്ഞു, പിന്നെ തിരുത്തി. എല്ലാം വിവാദമാണ്. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ മർക്കസിന് കുതിരച്ചാനായിട്ടാണ് വന്നത്. ഞങ്ങൾ വന്ന അങ്ങനെയല്ല, ഞങ്ങൾ സമൂഹത്തിന് മൊത്തത്തിൽ സത്യം തിരിയട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ആസാറുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കി, ആ മൊത്തത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം സമൂഹത്തിന് മനസ്സിലാക്കണം. നിങ്ങളാകെ വന്നത് മർക്കസിനൊന്ന് പൂത്താൻ വേണ്ടിയിട്ട്. നടക്കൂല ഇൻഷാ അള്ളാഹ്. ഷാർ മുബാറക് അള്ളാഹിന്റെ തൗഫീഖോടുകൂടി കേരളത്തിൽ ഉയർന്നു വരും. ഞങ്ങൾ അത് ഇൻഷാ അള്ളാഹ് അതിൻ്റെ പരിശ്രമത്തിലാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇർഫാൻ മറക്കരുത്, നിങ്ങൾ വിഷയത്തിന് വഴി മാറുന്നത്. ആദ്യം തന്നെ വിവാദകേശം മുത്തലക്കാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊക്കെ കേശത്തിൽ വിവാദമുണ്ടായോ, നിങ്ങൾ മർക്കസിലുള്ള ഹസ്രജിന്റെ മുടി, അതുപോലെ ബറക്കാത്തി തങ്ങന്മാരെ മുടി, നിങ്ങൾ അത് നിങ്ങൾ അംഗീകരിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ലത്തീഫിയയിലെ മുടി നിങ്ങൾ അംഗീകരിച്ചു ഞങ്ങളോട് പറഞ്ഞു. ഹസ്രജിന്റെ മുടി അമീദ് വൈസ് അംഗീകരിച്ചതാണല്ലോ. അന്ന് അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് ഇസ്തിലാഹെന്ന് വേറെ, AP ഉസ്താദിന്റെ അടുത്തെത്തിയപ്പോൾ ഇസ്തിലാഹെന്ന് വേറെ, എല്ലാം വിവാദമായിട്ടുണ്ട്. അതുകൊണ്ട് വിവാദകേശം എന്ന ഈ വ്യവസ്ഥയിൽ തുടക്കത്തിൽ എഴുതി വെച്ചതിൽ നിന്ന് ഒരു കാരണം കൊണ്ടും ദയവ് ചെയ്ത് നിങ്ങൾ മാറരുത്. മർക്കസിലെ മുടി എന്ന കൈതല്ല, വിവാദകേശം. അത് ഞങ്ങൾ മർക്കസിൽ ഞങ്ങൾ തെളിയിക്കും. ഒരു പ്രയാസം ആ കാര്യത്തില്ല. ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് സനത് വേണം, അവിടെ നിങ്ങൾക്ക് സനത് വേണ്ടാന്ന്
നിങ്ങൾ മേനും പിന്നെ നിങ്ങൾക്കും വേണ്ട മേനും ഇതൊക്കെ അതെല്ലാവർക്കും വേണം. നിങ്ങളും അതിൻ്റെ സനത് 25,000 രൂപ കൊടുത്ത് നിങ്ങളത് ഇവിടെ വിഷയമാക്കിയതാണ്. അതുകൊണ്ട് അതിൻ്റെ സനത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തെളിയിക്കണം. ഒരു ഭാഗത്ത് മാത്രം ഒരു സനതിൻ്റെ ഒരു സ്ഥിരാകും, അല്ലാത്ത അങ്ങനെയൊന്നും കിതാബില്ലല്ലോ. എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ്. എഴുതിയത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിന് വിവാദകേശം പറയും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങൾ ക്ഷോഭിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതൊരു സംവാദത്തിനല്ല, സംവാദ വ്യവസ്ഥ ഉണ്ടാക്കാനാണ് വന്നത്. അവിടെ വിഷയം തിരിച്ചുവിടുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സ്വാഭാവികമായും ഒഴിഞ്ഞുമാറ്റത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അഹ്സനി സൂചിപ്പിക്കുകയുണ്ടായി, കാന്തപുര ഉസ്താദിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് നിങ്ങൾ സനത് ചോദിക്കുന്നു എന്ന്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചോദ്യം ഉയരുന്നത് എന്തുകൊണ്ടാണ് മർക്കസിലുള്ളത് മാത്രം വിവാദമാക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളത് ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിഷയം മാറ്റിവിടുവാനുള്ള നിഗൂഢമായ നീക്കമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ അൻവരി സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഹസ്രജിയെ നേരത്തെ ഹമീദ് ഫൈസി അംഗീകരിച്ചിരുന്നു. ഹസ്രജിയെ മാത്രമല്ല, കാന്തപുരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു. കാന്തപുരത്തെ തന്നെ സമസ്തയിൽ അംഗമായിക്കൊണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെ പുറത്താക്കാൻ കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഉബയ്യബിന് കഅബിൻ്റെ ചരിത്രമൊക്കെ അബ്ദുല്ലാഹിബിന് ഉബയ്യിൻ്റെ ചരിത്രം എടുത്തുകൊണ്ട് ശംസുൽ ഉലമ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരത്തെയും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. കാന്തപുരത്തിൻ്റെ നിഗൂഢമായ നീക്കങ്ങളും കുപ്രചരണങ്ങളും മനസ്സിലാക്കിയപ്പോൾ തള്ളി പറയേണ്ടി വന്നു. വിഷയം എന്ന് പറയുന്നത്, ഇവിടെ നിലനിൽക്കുന്ന വിഷയം മർക്കസിലെ വിവാദ കേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നതാണ്. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ആദ്യമായി കൊണ്ട് കാന്തപുരം മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് സനദ് ദീനിന്റെ അടിസ്ഥാനമാണ്, സനദ് ദീനിന്റെ അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞ് ഹസ്രജിയുടെ പിതൃപരമ്പര അവിടെ വെച്ച് വായിച്ചു. പിതൃപരമ്പരയാണ് സനദ് എന്ന് അദ്ദേഹം മൂന്നി പറഞ്ഞു. എന്നിട്ട് അത് തന്നെ സിഫൈസി അടക്കമുള്ള അബ്ദുൽ ഹക്കീം അസരി അടക്കമുള്ള ആളുകളുടെ പുസ്തകത്തിൽ എഴുതി സിഫൈസി ഡോക്യുമെന്ററിയിൽ പറഞ്ഞു. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് അതിൽ നിന്നുകൊണ്ട് മാറി സനദ് അടിസ്ഥാനമാണെന്ന് പറഞ്ഞ്, സനദാണെന്ന് പറഞ്ഞ് ഈ ഹസ്രജി സഹോദരന്റെ പിതൃപരമ്പര പറഞ്ഞ് പിന്നീട് അത് അടിസ്ഥാനമല്ല എന്ന് പറഞ്ഞൊരു തത്വത്തിലേക്ക് മാറുന്നത് കേരളീയ സാഹചര്യത്തിൽ വിവാദമായപ്പോഴാണ്. അതുകൊണ്ട് ഇവിടെ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന വിഷയം മർക്കസിലെ വിവാദ മുടികളുമായി ബന്ധപ്പെട്ട നമ്മുടെ പൂലോട് ഫൈസിക്ക് അവരെ പ്രസംഗത്തിനാന്ന് തോന്നുന്നുണ്ട്. ഇത് വ്യവസ്ഥയിലാണ് സഹോദര, അതെങ്കിലും ഒരു ബോധം ഉണ്ടായിക്കോട്ടെ. ആരാ അപ്പം വിഷയം തിരിച്ചുവിട്ടത്? സമസ്ത പിരിച്ചുവിട്ടു. അത് വേണമെങ്കിൽ നമുക്ക് നടത്താം. വിഷയം വളരെ കൃത്യമല്ലേ. ആരാണ് ഇറങ്ങിപ്പോയത്? എന്താ ശംസുൽ ഉലമ പറഞ്ഞത്? എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ശംസുൽ ഉലമ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് വെക്കൂല. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശംസുൽ ഉലമ ഇങ്ങളും തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല, എല്ലാവർക്കും പച്ചവൾ. അത് വ്യക്തല്ലേ? നിങ്ങളെല്ലാ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന ആളുകളല്ലേ. കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഇവിടെ തറപ്രസംഗത്തിനെതിരെ ഫത്വ കൊടുത്തതല്ലേ. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിൽക്കട്ടെ, അതൊക്കെ ഞങ്ങൾ ആവശ്യമായ സമയത്ത് പറയും. ഇവിടെ ഞങ്ങളെ വിഷയം എന്താണെന്നറിയോ? ഇവിടെ മർക്കസിലെ തിരുകേശം എന്ന് എഴുതിയിട്ടില്ല. പൂലോടും നിങ്ങൾ മിണ്ടരുത്, ഞങ്ങളെ സമയാത് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ബേജാറുണ്ടാവും. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും. നിങ്ങൾ പറഞ്ഞോളൂ തിരുകേശം. പിന്നെ ഞങ്ങൾ പറഞ്ഞു മർക്കസിലെ തിരുകേശം അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരു തർക്കമില്ല. സനത് വേണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ തെളിയിക്കും. പക്ഷെ അതേപോലെ ഒരു ചോദ്യം, നിങ്ങൾ 25,000 വിറ്റ വെല്ലൂരിലെ മുടിയുടെ സനത് ധൈര്യമുണ്ടെങ്കിൽ ഇർഫാനിയോടും പൂലോടിനോടും എല്ലാവരോടും ചോദിക്കുന്നു. അതൊന്നും അതിന്റെ കൂടെ എഴുതിയിട്ട് വ്യവസ്ഥ ചെയ്ത. അതായി പറഞ്ഞത്, പച്ച മലയാളത്തിലായി പറയുന്നത് മർക്കസിലെ മുടി റസൂലുള്ളാന്റേതാണെന്ന് ഞങ്ങൾ എഴുതും, ഉറപ്പാണ്. അതിന്റെ കൂടെ വെല്ലൂരിലെ മുടിക്ക് സനതുണ്ട് എന്നും അത് ഞങ്ങൾ കാണിക്കാമെന്നും എഴുതാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. രണ്ടും എഴുതുക, രണ്ടും തെളിയിക്കണം. ഞങ്ങൾ ഒഴിഞ്ഞു മാറുകയോ? ഞങ്ങൾ ആരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തീർത്ത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് വ്യവസ്ഥയും പഠിപ്പിച്ചു തരാം, സംവാദവും പഠിപ്പിച്ചു തരാം. എല്ലാം പഠിപ്പിച്ച് വിട്ടിട്ട് വിടും. പിന്നെ ഹസ്രജിനെ ആദ്യം അംഗീകരിച്ചു. അത് ശരി. അതിന് മൂപ്പര മറുപടി കാന്തപുരത്തെ പോലെ ഹസ്രജി നിങ്ങൾ തള്ളിയോ? അത് നിങ്ങൾ തുറന്നു പറ. അഹമ്മദ് ഹസ്രജി കാന്തപുരത്തെ പോലെ പിന്നെ നിങ്ങൾ കാണുന്ന ആളാണെങ്കിൽ അത് തുറന്നു പറയും. സമൂഹം കേൾക്കട്ടെ. നിങ്ങളെ ഈ ഹസദ് എന്ന രോഗത്തിന് മരുന്നില്ല മക്കളെ. അതുകൊണ്ട് കാന്തപുരത്തിന്റെ അടുത്താകുമ്പോൾ സനത് വേണം. വെല്ലൂരിലെ മുടി 50,000 റുപ്യക്ക് വിൽക്കാൻ ഒരു സനതും വേണ്ട. ഇനി നടക്കൂല. ഞങ്ങൾ ഇത് തെളിയിക്കുക. ഇതാ ഇവിടെ വിഷയങ്ങൾ എവിടെ നോക്കിയിട്ട് അതാണ് ഓരോ പോയിന്റ് നോക്കും. വിവാദ കേസെന്ന് എഴുതി ഒപ്പിട്ടില്ല നിങ്ങൾ. വിവാദ കേസ് എന്ന് പറഞ്ഞ സംശയം വന്നാൽ അതന്നെ വിവാദം. നിങ്ങൾ ആ വെല്ലൂരിലെ മുടിന്റെ സനതൊന്നും വായിക്കി. മർക്കസിലെ മുടിന്റെ സനത് ഓക്കെ ഞങ്ങൾ വായിക്കാം, ഇപ്പൊ തന്നെ വേണമെങ്കിൽ വായിക്കാം. ആ ജാതി പേടിപ്പിക്കലൊന്നും ഞങ്ങളെടുത്ത് വേണ്ട. അത് ഞങ്ങൾ എല്ലായിടത്തും പറയും. അതേപോലെ അതിന്റെ തായങ്ങൾ ഇതും കൂടി പറ. ഏത് കൃത്യമായി പറ. മർക്കസിലെ മുടി കൂടെ സനതുണ്ട്, അതുപോലെ തന്നെ വെല്ലൂരിലും ഉണ്ടെങ്കിൽ അത് എഴുത്. അതാണ് നിങ്ങൾ ധൈര്യം കാണിക്കേണ്ടത്.
വിവാദ കേശം എന്ന് നമ്മുടെ ലെറ്ററിൻ്റെ തലവാചകമായിട്ട് എഴുതിയത് മുത്തലക്ക എന്ന് പറയുന്നത് നിങ്ങളെ പോലത്തെ മുത്തലക്കീങ്ങളെ പറയുള്ളൂ. കാരണം അത് മഅഹൂദാണ്, ദിഹിനിൽ മഅഹൂദായ ഇവിടെ മർക്കസുസക്ക കണ്ടോ, നമ്മള് ഇവിടെ കൈമാറിയ ലെറ്ററുകൾ തന്നെ ഈ നാട്ടിലുള്ള ഇവിടെ ഫ്ലക്സ് ബോർഡിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മുടിയുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അഹമ്മദ് ഹസറജിയെ പോലെയുള്ള ആളുകൾ കൊടുത്ത മുടി, ആ മുടിയാണ് ഇവിടെ അറിയപ്പെട്ട മുടി, അല്ലാതെ മുത്തലക്കാണ്, ഒരു കൈതുമില്ല. അതുകൊണ്ട് ലോകത്തുള്ള സർവ്വ മുടികളും ആ മുടികളൊക്കെ ഇവിടെ വിവാദമായിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ചർച്ച എന്നുള്ള ഒരു തരത്തിലല്ല സുഹൃത്തുക്കളെ നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു കഞ്ഞി കുടിക്കുന്ന കുട്ടിക്ക് പോലും അറിയുന്ന വിഷയമല്ലേ? പിന്നെ മൂല്യന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഇവിടെ നമ്മൾ മർക്കസിൽ ഇവിടുത്തെ വിവാദ മുടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. വിവാദമുടി എന്ന് പറഞ്ഞാൽ ഇവിടെ മുത്തലഖ എന്ന് പറഞ്ഞാൽ അവിടെ വിവാദമുടി എന്ന് പറഞ്ഞാൽ അശ്ശറത്തു അല്ലത്തി യുബ്ഹസു അൻഹാ, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മുടി. ആ മുടി എന്ന് പറയുന്നത് മർക്കസു സഖാഫിയുടെ മുടിയാണ്. ഞങ്ങളും നിങ്ങളും തമ്മിൽ നടക്കുന്ന വിവാദം, ആ വിവാദം മറ്റെന്തെങ്കിലും വിവാദം, വഹാബികളുടെ ഇടയിലുള്ള വിവാദം അല്ലെങ്കിൽ വേറെ എവിടെയുള്ള വിവാദം, അതിവിടെ ചർച്ചയല്ല. ഇവിടെ നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുന്ന ആ മുടി റസൂലുള്ളാഹിന്റേതാണെന്നാണ് നിങ്ങളുടെ വാദം അല്ലേ? ആ വാദത്തിന് ഞങ്ങൾ പിന്നെ അതിന്റെ ദലീൽ ചോദിക്കുകയാണ്. ദലീൽ പറയലും സനത് ചോദിക്കലും എല്ലാം സംവാദത്തിൽ നടക്കേണ്ട വിഷയ. സനതുണ്ട് സനതില്ല ഇതൊക്കെ ദലീലാണ്, വാദമാണ് ഇവിടെ എഴുതേണ്ടത്. വാദം നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുടി അത് റസൂലുള്ളാഹിന്റേതാണ് എന്നാണ് നിങ്ങളുടെ വാദം. അല്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നു. വേലൂരുകാരോടുള്ള ചർച്ചയല്ല. വേലൂരുകാർ അവർ കൈവശം വെച്ച മുടി അവരേറ്റ് നമ്മൾ ഇരുകൂട്ടരും വിവാദത്തിന് പോയിട്ടില്ല. ആരാണോ മുടി കൈവശം വെച്ചതെങ്കിൽ അവരിത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് കെട്ടിഘോഷിച്ചാൽ പോരാ, പള്ളി നിർമ്മിച്ചാൽ പോരാ, അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഇവിടെ വീട്ടുവാൻ വേണ്ടിയാണ് ഇവിടെ സംവാദം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എഴുതൂ, റസൂലുള്ള മർക്കസിലുള്ള മുടി അത് റസൂലുള്ളാഹിന്റെ മുടിയാണ്. ഇനി വേണമെങ്കിൽ മുത്തലക്കായി എഴുതിക്കോളി, വിവാദ കേശം റസൂലുള്ളാഹിന്റെ മുടിയാണ്. എഴുതാ എനിക്ക് കൃത്യം നിർത്തി എഴുതാ ഒന്ന് എഴുതി ഒപ്പിട്ട് അതിപ്പോ എന്തായി? അത് പിൻവലിച്ചോ? പിന്നെ നിങ്ങൾക്ക് ദിഹിനിൽ മഹൂദായി. നിങ്ങളെ ദിഹിനിൽ മർക്കസിലെ മുടി ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളെ ദിഹിനിൽ ഹസദാണ്, അതിനോട് തൊട്ട് നിൽക്കുന്നത് ഇപ്പൊ ഈ മർക്കസിലെ മുടിയാണ്. ഞങ്ങളെ ദിഹിനിൽ മഹൂദായത് മർക്കസിലെ മുടി മാത്രമല്ല, ലത്തീഫിയയിലെ മുടി, വെല്ലൂരിലെ മുടി, അങ്ങനെ തുടങ്ങി സുഡാനിലെ മുടി, ഒരുപാട് മുടികളുടെ. ഹമീദ് വൈസിന്റെ ദിഹിനിൽ മഹൂദായ ഒരുപാട് മുടി ഉണ്ടല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി, അതൊക്കെ ഉണ്ട്. പിന്നെ മൂപ്പര് പന്താറി, മൂപ്പര് വാപ്പാന്റെ തൊരീക്കലാണ് ഒരു ഇസ്ബാത്തും നെഫിയും കൂടി എടുക്കാം. തൊലാക്ക് സംഭവത്തിൽ തൊലാക്ക് സംഭവിക്കും, നിങ്ങൾ സംഭവിക്കൂലെന്ന് ഞങ്ങൾ അങ്ങനെ നെഫിയും ഇസ്ബാത്തും എടുക്കാൻ നിൽക്കുക. അപ്പം മർക്കസിലെ മുടി യഥാർത്ഥ മുടിയാണ് നിങ്ങൾ, അല്ലാന്ന് ഞങ്ങൾ. എന്നാ തിരിച്ചും പറയാലോ, വ്യാജമാണ് നിങ്ങൾ, വ്യാജമല്ലാന്ന് ഞങ്ങൾ. അതൊക്കെ അങ്ങോട്ടോട് മറിക്കുക. അതുകൊണ്ട് ഇവിടെ എഴുതിയുണ്ട്, എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് ഇവിടെ എഴുതി ഒപ്പിട്ടതാണ്, എല്ലാവരും ഒപ്പിട്ടതാണ്. വിവാദ കേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ എടുക്കുന്ന മുടി ഹസ്രജി അല്ലാന്ന്. അത് മാത്രമല്ലല്ലോ, ഇന്നലെ എന്തുകൊണ്ട് SKSF മുഖാമുഖത്തിൽ ലത്തീഫിയയിലെ മുടി ചോദ്യം വന്നു? എങ്ങനെ ഈ ചന്ദ്രികയിൽ ഈ ചോദ്യം വരുന്നത്, ഈ വിഷയം വരുന്നത് എങ്ങനെ? ഇതൊക്കെയും വിവാദമാക്കി. എല്ലാ വിവാദവും ഈ മുസ്ലിം സമൂഹം നിരാക്ഷേപം തുടർന്നു വന്ന അംഗീകരിച്ചു പോന്ന ഷറഫാക്കപ്പെട്ട ഈ ആസാറുകളെ ഈ നിലക്ക് കുതിര കയറാൻ അവസരമൊരുക്കിയത് നിങ്ങളാണ്. വഹാബികളിൽ നിങ്ങൾ ഒട്ടും അകലമല്ലാത്ത രൂപത്തിലാണ് ഇപ്പൊ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണല്ലോ പ്രബോധനത്തിലാണല്ലോ വൈസ് ചാൻസലർ ഇപ്പൊ എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏഷ്യാനെറ്റിലാണല്ലോ മുക്കൂട്ടി മുന്നിൽ ഉണ്ടായത്. അതുകൊണ്ട് ഒട്ടും വിദൂരത്തല്ല, ഇത് സമൂഹം മനസ്സിലാക്കുന്നുണ്ട്, കാര്യബോധങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വിവാദ കേശം നിങ്ങൾ പറയുന്നു ഹസ്രജിന്റെ മുടി, അത് മാത്രമല്ല നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ കാസർഗോഡ് കാളി അദ്ദേഹം തന്നെ വെല്ലൂരിൽ ലത്തീഫിയുടെ മുടി വിവാദമാക്കി. അത് പലപ്പോഴും നിങ്ങളും പ്രസംഗിച്ചു. അതുകൊണ്ട് എല്ലാം വിവാദമായിരിക്കുന്നു. എല്ലാത്തിന്റെയും കാരണത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാം ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്, സനദ് വേണം. അത് കാന്തപുരത്തിന് മാത്രമല്ല നിങ്ങൾക്കും വേണം. നിങ്ങൾ തെളിയിക്കണം, ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വെല്ലൂരിലെ മുടിയെ എങ്ങനെയാണോ ആദ്യം ബഹുമാനിച്ചത് അതിന്റെ മാനദണ്ഡം എന്താണോ സമൂഹത്തോട് പറ, അപ്പം പ്രശ്നം പരിഹരിക്കപ്പെടും. വിവാദകാശപ്പം മാറ്റി എഴുതൂ എന്ന് പറ, എഴുതിയതിൽ ചർച്ച ചെയ്യും. ബഹുമാനപ്പെട്ട അൻവർ സാഹിബിനോട് പിതാവിനെന്നും പറയല്ല, മര്യാദ വിട്ട് സംസാരിക്കരുത് എന്ന് പണ്ഡിത സഹോദരൻ നിലക്ക് സൂചിപ്പിക്കുന്നു. അതൊരു തീരെ മര്യാദയില്ലാതായിപ്പോയി എന്ന് പറയാൻ ഈ സഭ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ കയ്യിലുണ്ട് എന്ന് പറയുന്ന മുടി, സനത് ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കാനിങ്ങനെ ഭയപ്പെടുന്ന ആ മുടി, ആ സനദിനെ പറ്റി ചർച്ച ചെയ്യാമെന്നും അതിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാമെന്നും കേരളീയ സമൂഹത്തിൽ ഇപ്പം നിലനിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളും എഴുത്തുകളൊക്കെ ഇതോടുകൂടി
അവസാനിക്കുമെന്നും വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത്. പക്ഷേ അതും വന്ന് ചർച്ച ചെയ്യാതെ വെല്ലൂരുമ്മ മുടിമ ചർച്ച ചെയ്യുക, വെല്ലൂരിലെ മുടി ചർച്ച ചെയ്യുക, ഇസ്തംബൂളിലെ മുടി ചർച്ച ചെയ്യുക, തുർക്കിയിലുള്ള മുടി ചർച്ച ചെയ്യുക. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ തമ്മിൽ ഒരു വിവാദം കേരളീയ സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വിവാദമുണ്ട്, മർക്കസിലെ മുടികൾ. ഈ മർക്കസിലെ മുടികൾക്ക് അത് സനത് വേണം, അത് വായിക്കണം. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജനങ്ങൾ പേച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ വായിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാന്തപുരം തന്നെ ആ വായിച്ച സനത്, അല്ലെങ്കിൽ സനത് വേണമെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ആ മുടി, അതിൻ്റെ തെളിവ്, അതിനെക്കുറിച്ചും സമൂഹത്തിന് ശരിക്കും മനസ്സിലാക്കാൻ, നിങ്ങൾ വ്യത്യസ്തമായി വൈരുദ്ധ്യമായി വായിച്ചു കൊണ്ടിരിക്കുന്ന സനതുകളെക്കുറിച്ച് മനസ്സിലാക്കാനാണ്, അതിൻ്റെ ഒരു തീർപ്പാകാനാണ് നമ്മൾ ഇരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് വിവാദ മുടി, നമ്മളുടെ ഇടയിൽ വിവാദമുള്ള മുടി. അതുകൊണ്ട് ഈ വിവാദ മുടിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അതിനെ പറ്റിയുള്ള തീരുമാനത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരണമെന്നും ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട് ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ബാബ മുസ്ലിയാർ പറഞ്ഞു എന്ന് തെറ്റി പത്രത്തിൽ എഴുതിയതാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് ബാബ മുസ്ലിയാർ പിന്നെ തിരുത്തിയാൽ പിന്നെ ആ വിഷയം അവിടെ കഴിഞ്ഞു. പിന്നെ ആദ്യം ബാബു മുസ്ലിയാർ പറഞ്ഞു എന്ന് പറയരുത്. ബാബു മുസ്ലിയാർ പറഞ്ഞത് വേലൂരിലെ മുടിക്ക് ലത്തീഫയിലുള്ള മുടിക്ക് സനദില്ല എന്ന് ബാബു മുസ്ലിയാർ പറഞ്ഞിട്ടില്ല. മറിച്ച് പത്രക്കാർ എഴുതിയ തെറ്റാണെന്നും തിരുത്തിയെന്നും ബാബു മുസ്ലിയാർ പറഞ്ഞാൽ പിന്നെ വിഷയം തീർന്നല്ലോ. അത് പത്രത്തിൽ വന്നൊരു പിഴവാണ്. അങ്ങനെയൊക്കെ പിഴവ് പറയുകയാണെങ്കിൽ എത്രയോ പറയാനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഈ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ ഇരുന്നത് മർക്കസിലെ വിവാദ കേശം, അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പറയുമെന്നും അതിൻ്റെ വിഷയത്തിലേക്ക് നിങ്ങൾ വരുമെന്നും അത് സമർത്ഥിക്കാൻ തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ തെറ്റണ്ട, അത് ഓക്കെയാണ്. അതിൽ ഞങ്ങളെ വിഷയം ഇപ്പം ശരിയാക്കി തരാം. നിങ്ങളുടെ ഇവിടെ എല്ലാ, പിന്നെ പിതാവ് എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ച് തന്നെ പറഞ്ഞു പിതാവ്, ബാക്കി വേറെ പലതും അതിന് പ്രവേശനം ഇവിടെ പറഞ്ഞിട്ടില്ല. ആ പിതാവ് എന്ന് പറയാൻ പാടില്ല പറഞ്ഞാൽ അത് ഇപ്പോൾ വലിയ, ഇപ്പം ഇനിയിപ്പോൾ അതിൻ്റെ സനത് വേണ്ടി വരും, വേറെ എന്തെങ്കിലും പറയരുത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ കൃത്യമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, മർക്കസിലെ മുടി ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ആ സനത് തെളിയിക്കും, ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഏത് സമയത്തും തെളിയിക്കും. പക്ഷെ നിങ്ങൾക്കുമുണ്ടൊരു ഉത്തരവാദിത്വം. അതാ ഞങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് സനതൊന്നും വേണ്ട. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ വായിച്ചതിന് സനത് നിങ്ങൾക്ക് സനത് വേണ്ടാന്നോ? അതെങ്ങനെ? അതാ ഞങ്ങൾക്ക് തിരിയാത്തത്. കാന്തപുരം ഉസ്താദ് വായിച്ചാൽ അതിന് സനത് വേണം. ഞങ്ങൾ 50,000 റുപ്യക്ക് ലേലം ചെയ്താൽ അതിന് സനത് വേണ്ട. ഇത് എവിടുത്തെ നിയമ? ഇത് ശരീഅത്തിന്റെ നിയമമാണോ ഫൈസി? പറയൂ ഇർഫാനി, ആര് പഠിപ്പിച്ചു നിങ്ങളെ നിയമം? കാന്തപുരം ഉസ്താദിനൊരു നിയമം, നിങ്ങൾക്ക് വേറെ നിയമം. ആ നിയമം ഞങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയാണ്. എന്തെങ്കിലും പറയല, ഞങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞത്. ജനങ്ങളെല്ലാവരും അറിയട്ടെ, മർക്കസിലെ മുടി റസൂലുള്ളാന്റേതാണെന്ന് 10,000 കുതിരശക്തിയോടെ ഞങ്ങളത് തെളിയിക്കും, തയ്യാർ. പക്ഷെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? വെല്ലൂരിലെ മുടിയുടെ സനത് കൂടി നിങ്ങൾ ഹാജരാക്കണം. അത് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം, നിങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലേ? നിങ്ങളാണിത് വിവാദമാക്കിയത്. കേരളീയ സാഹചര്യത്തിൽ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് അറിയപ്പെട്ടാൽ പോരാ, സനത് വേണമെന്ന് മുജാഹിദിനും ആ മുന്നണി ഉണ്ടാക്കി നിങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ പണിയെടുക്കണം. അതാ ഞങ്ങൾ പറഞ്ഞത്. മർക്കസിന് മുടിക്ക് സനത് ഓക്കെ, അതിനൊരു പേടിയും പെടില്ല. ഞങ്ങൾ റെഡിയാണ്. പക്ഷെ നിങ്ങൾ 25,000 രൂപ വെച്ച് 2 കുപ്പി ലേലം ചെയ്ത 50,000ന്റെ ഈ പൈസക്ക് നിങ്ങൾ കൊടുത്ത വിറ്റ ആ മുടിയുടെ സനത് കൂടി ഞങ്ങൾ കാണിക്കുമെന്ന് അതിന്റെ കൂടെ റെഡി, ഞങ്ങൾ തയ്യാറാണ്. വേറെ ചർച്ച ഒന്നും അതിലില്ല. മർക്കസിനെ മുടി ചർച്ച ചെയ്യും, കൂടെ ഇതും വരും. പിന്നെ ബാബ മുസ്ലിയാർ എന്തേത് പറഞ്ഞത്, എന്തേ തിരുത്തിയത് ഒക്കെ പറയൂ. ആ തിരുത്തിയ പേപ്പർ ഇങ്ങെടുക്ക്, അതിൽ വായിക്ക്. തിരുത്തിയ പേപ്പർ ഇങ്ങെടുക്ക്, അതിൽ വായിക്ക്. അതിലുണ്ട് വിവാദം, നിങ്ങൾ വായിക്ക്. തിരുത്തിയ പേപ്പർ കൊണ്ടുപോവാ, അതിലുണ്ട് വിവാദം. വിവാദമാക്കി നിലയിലാണ് ഞങ്ങൾ തെളിവ് വായിച്ചത്. അപ്പൊ വിവാദം എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ 50,000 കുപ്പി, വിവാദം വേറൊന്നും വേണം മക്കൾ, ഇത് മതി. 50,000 റുപ്യ നിങ്ങൾ വിറ്റോ, അതിന് സനത് വേണം. നിങ്ങളാ പഠിപ്പിച്ചത്, അതുകൊണ്ട് അതും കൊണ്ടുപോവാ. രണ്ടും കൂടി ആവട്ടെ. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വിവാദ കേശം ഏകവചനാണ് അല്ലേ? വിവാദ കേശം അല്ലേ? വിവാദമായ കേശം. ലോകത്തെ സർവ്വ കേശങ്ങളും ചർച്ച ചെയ്യാനല്ല ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഇവിടെ സമൂഹ മധ്യേ ഇന്ന് വിവാദമായ കേശം ഏതാണെന്ന് ഇവിടുത്തെ നാട്ടുകാരോട്, ജനങ്ങളോട്, പൊതുജനങ്ങളോട്, കേരളീയ സമൂഹത്തോട് ചോദിച്ചാൽ സമകാലികമായ വിവാദമായ കേശം മർക്കസിലുള്ള മുടിയല്ലേ? ആ മുടിയാണ് വിവാദമായത്. ആ മുടി നിങ്ങൾ അത് തെളിയിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ കാരണം നിങ്ങളാണത്, അല്ലെങ്കിൽ കാന്തപുരമാണത് കൈവശം വെച്ചത്.
ആരാണോ കൈവശം വെക്കുന്നത് അയാളല്ലേ അത് തെളിയിക്കണം, അയാളല്ലേ അതിന്റെ വാദി. വേലൂരിലെ മുടി ഉണ്ട് എന്ന് പറയുന്ന ആ മുടി അത് വേലൂർക്കാരാണ് കൈവശം വെച്ചിട്ടുള്ളത്. നമുക്കോ അല്ലെ? അത് ശരിയല്ലേ? നിങ്ങളതിനാ കൈയടിക്കുന്നത് അല്ലേ? അപ്പോ അല്ല, അത് ശരിയല്ലേ? വേലൂർക്കാരാണ് കൈവശം വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മളൊക്കെ മുസ്ലിംമാരാണ്, മൂല്യന്മാരാണ്. പരസ്പരം ഒരു ബഹുമാനത്തിന്റെ ശൈലി സ്വീകരിക്കുക എന്നുള്ളത് നല്ലതാണ്. പറ 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 എന്നുള്ള ആ ഒരു കൽപ്പനാ സ്വഭാവത്തിന്റെ അവിടേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല, അവിടേക്ക് എത്തൂല്ല. അപ്പോ വിവാദ കേശം എന്ന് പറയുന്ന കേരളീയ സമൂഹത്തിന്റെ ഇടയിൽ വിവാദമായ കേശം മർക്കസിലുള്ള ഈ മുടി, അത് നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ എഴുതൂ. തയ്യാറാകാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുടി അത് റസൂലുള്ളാന്റെ മുടിയാണ്. വാദം നിങ്ങൾ എഴുതൂ. അതാണല്ലോ നിങ്ങളെ വാദം. ആ വാദം എഴുതൂ. അത് മുടിയല്ല, ഞങ്ങൾ എഴുതാൻ തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട ആ ചർച്ച, അത് എന്തുകൊണ്ട് മുടിയല്ല, സനതുമായി ബന്ധപ്പെട്ട ചർച്ച ഞങ്ങൾ സംവാദത്തിൽ പറയും. അത് എന്തുകൊണ്ട് മുടിയാണ്, സനതുമായി ബന്ധപ്പെട്ട ചർച്ച നിങ്ങളും പറയണം. അപ്പൊ നിങ്ങൾക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ വേലൂരിൽ സനതുണ്ടോ, ഇസ്താംബൂളിൽ സനതുണ്ടോ, അതൊക്കെ നിങ്ങൾ സംവാദത്തിൽ പറയേണ്ട കാര്യങ്ങളാ. സംവാദത്തിൽ നിങ്ങൾ കൈവശം വെച്ച മുടിയുടെ, നിങ്ങൾ വാദിക്കുന്ന മുടിയുടെ ആധികാരികത തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാ. അത് നിങ്ങൾ സംവാദത്തിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് സംവാദം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോ വ്യവസ്ഥയിൽ ഇവിടെ വിവാദ കേശം എന്നുള്ളത് കൊണ്ട് ഇവിടെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മർക്കസിലുള്ള മുടിയാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ എഴുതണം. പിന്നെ സംവാദം വ്യവസ്ഥ രണ്ടും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, എല്ലാവർക്കും മനസ്സിലായി. കാരണം സംവാദത്തിലുള്ള വ്യവസ്ഥൻ്റെ തുടക്കത്തിലാണ് വിവാദകേശം എന്ന് എഴുതിയത്. അത് മൂപ്പര് നേരത്തെ ദിഹ്നിൽ മാഹൂദായി, ഇപ്പോൾ ശരിക്കും മാഹൂദായി. ഇപ്പം രണ്ടാമത് മൂപ്പര് ഏകവചനാണെന്ന്. അപ്പം പട്ടിക്കാട് അല്ലെങ്കിൽ നന്ദി സനത് ദാന സമ്മേളനം, അവിടെ ഒറ്റ സനതി കൊടുക്കലുള്ളൂ, തന്നെ ഒരു സനതി കൊടുക്കലുള്ളൂ. അത് ഏകവചനല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ അതപ്പറിച്ചാൽ? നിങ്ങൾ മനസ്സിലാക്കണം, വിവാദകേശം എന്ന് എഴുതി ഇതിൽ നിങ്ങൾ വിവാദമാക്കി ഹസ്രജിൻ്റെ മുടി. അതിനെ തുടർന്നുകൊണ്ട് കേരളത്തിൽ മുസ്ലിം സമൂഹം ഒരു വിഷയവുമില്ലാതെ ഒരു എതിർപ്പും കൂടാതെ അംഗീകരിച്ചു പോകുന്ന പലതും ഇവിടെ വിവാദമായി. അതുകൊണ്ട് എല്ലാം തെളിയിക്കപ്പെടണം. അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥയുള്ളത്. മർക്കസിലുള്ള മുടി അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തെളിയിക്കും, സന്നദ്ധമാണ്. എങ്ങനെ എവിടെ വെച്ചും തെളിയിക്കും. പക്ഷേ നിങ്ങൾക്കും കൂടി ഒരു പണിയുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞാൽ നമ്മൾ മൂല്യന്മാരാണ്, അതുകൊണ്ട് പണി നിങ്ങളും എടുക്ക്. ആ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് 50,000 റുപ്യക്കൊക്കെ വിറ്റ് അങ്ങനെയുള്ള ആ മുടി, അതും ഇപ്പോൾ ഈ വിവാദമായി. നിങ്ങൾ വിവാദമാക്കി, നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ വിവാദമാക്കി, ബാവ മുസ്ലിയാർ അതാക്കി, പിറ്റേന്ന് തിരുത്തി. അപ്പം തന്നെയല്ലേ വിവാദമാകുന്നത്? അത് തന്നെയാണല്ലോ പ്രശ്നം. വള്ളം കലങ്ങൽ അങ്ങനെ തന്നെയല്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞു പറ എന്നും പറയുന്നത്, അത് ശേഷം പറഞ്ഞിട്ട് മുമ്പ് എഴുതൂന്ന് അങ്ങനെ പറയാൻ പറ്റുന്നാൽ പിന്നെ ഇപ്പം ആയിരുന്നു ഒന്നുമില്ലല്ലോ. പിന്നെ ബഹുമാനിക്കാൻ ഷാർ മുബാറക്കിനെ നിന്ദിക്കാനും വേണ്ടി കച്ചക്കെട്ടി ഇറങ്ങിയ ആളുകളെ പിന്നെ ഞങ്ങൾ ഷാർ മുബാറക്കിന് ഞങ്ങൾ നിങ്ങളെ പിന്നെ ബഹുമാനിക്കണമെന്നുള്ള അങ്ങനെ അൽ ഹുബ്ബുഫില്ല വൽ ബുഗ്ദുഫില്ല നമ്മളൊക്കെ പരിചയമുള്ളവർ തന്നെയാണ്. പക്ഷെ അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹം, അള്ളാഹിന്റെ മാർഗത്തിൽ ദേഷ്യം. പക്ഷേ പറ എന്നതിലൊന്നും ഒന്നുമില്ല. അത് എഴുതൂ എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് പോലെ പറയൂ എന്നൊക്കെ പറയും. അതെല്ലാം പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. സമൂഹം മനസ്സിലാക്കട്ടെ. എന്ത് മർക്കസിലുള്ള മുടി അത് ഹസ്രജിന്റെ പക്കൽ ഉണ്ടായപ്പോഴാണല്ലോ ഇവിടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത് മുഖാമുഖത്തിലല്ലേ? അന്നെന്തേ സനത് കിട്ടാതെ അമീദ് വീസി പ്രസംഗിച്ചത്? മുഖാമുഖത്തിലാണല്ലോ, ഔദ്യോഗിക മുഖാമുഖത്തിൽ. അന്ന് സനത് വേണ്ടേ? അത് കോഴിക്കോട് കാന്തപുരം മർക്കസിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, AP ഉസ്താദിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ സനത് വേണം എന്ന്. അതോടുകൂടി ഇവിടെ പലതും വിവാദമായി. അതുകൊണ്ട് നിങ്ങൾ വെല്ലൂരിലെ മുടിക്ക് സനത് നിങ്ങൾ തയ്യാറാക്കൂ, മർക്കസിലെ മുടിക്ക് ഞങ്ങളും തയ്യാറാക്കാം. അപ്പോൾ വിവാദം ശാന്തമാകും, സമൂഹത്തിന്റെ കാര്യം മനസ്സിലാക്കും. എഴുതിയ വ്യവസ്ഥയിൽ നിന്ന് മാറരുത്. പട്ടിക്കാട് ഒരാൾക്ക് ഒരു സനത കൊടുക്കൽ, അത് സഹോദരൻ മനസ്സിലാക്കണം. ഇവിടെ പല വിഷയങ്ങളും പറഞ്ഞ് വാക്ക് കസർത്തുകൾ ഇങ്ങനെ നടക്കുക എന്നതിൽ കവിഞ്ഞ് വിഷയത്തിൽ നിന്ന് പരമാവധി വ്യതിചലിക്കാനാണ് സഹോദരങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഒരു തവണ കൂടി ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കട്ടെ. നമ്മളിവിടെ ഈ കേരളീയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന വളരെ വ്യക്തമായ ഒരു സംഗതി, അതായത് മർക്കസിലെ വിവാദ മുടി ഇവിടെ വളരെ സജീവമായ ചർച്ച നടക്കുകയാണ്. ഈ മുടിനെ നിന്ദിക്കാനാ ഞങ്ങൾ പുറപ്പെടുന്നതെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ മുടി റസൂലുള്ളാന്റെ മുടിയാണോ എന്ന് നല്ല നിലക്ക് ചോദിച്ചു. അപ്പോൾ അതിന് സനത് വിരുദ്ധമായ സനതുകളും വളരെ ഒരു നിലക്കും പ്രതീക്ഷിക്കാതിരുന്ന വളരെ മോശമായ സമീപനങ്ങളും വന്നപ്പോഴാണ് ഇതിൻ്റെ സംശയം കൂടി വന്നതും ഇതിനെ നിഷേധിക്കുന്നതിലേക്ക് വന്നതും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, ഇത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത സനത് വായിച്ച്, സനതാണ് നെസബയാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സനത് വേണം, വായിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ പിഴച്ചു പോകുമെന്ന് നിങ്ങളുടെ നേതാവ് കാന്തപുരം തന്നെ പരിചയപ്പെടുത്തിയ ആ സനത് അല്ലെങ്കിൽ ആ തെളിവ് സമർത്ഥിക്കാൻ, ആ മുടി അത് തിരുകേശമാണെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ അത് സമർത്ഥിക്കാനുള്ള ഒരു അവസരം എന്ന നിലക്കാണ് ഈ സംവാദത്തിൻ്റെ വ്യവസ്ഥക്ക് നമ്മൾ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ സംവാദത്തിലേക്ക് നീങ്ങട്ടെ. നമുക്ക് വ്യവസ്ഥയിൽ വിഷയം എഴുതാം. ഈ മർക്കസിലുള്ള മുടി
അത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് പറയുക. നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധ്യമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ല എന്ന ഞങ്ങളുടെ വാദം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അത് ഒരുപാട് തവണ ഞങ്ങൾ പ്രസംഗത്തിലും നിങ്ങൾ എഴുത്തുകളിലും നിങ്ങളുടെ സീഡികളിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ലോകത്തെ എല്ലാ മുടികളും വിവാദത്തിലുള്ള മുഴുവൻ മുടികളും ഇവിടെ ചർച്ച ചെയ്ത് നമ്മൾ വിഷയത്തിൽ നിന്ന് മാറ്റുന്നതിന് പകരം അതുവേണേൽ നമുക്ക് നമ്മൾ തമ്മിൽ വിവാദങ്ങളുള്ള വിഷയങ്ങൾ ഓരോന്നും അടുത്ത ഘട്ടങ്ങളിലാക്കി നമുക്ക് സംവാദം നടത്താം. അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നത് ഞങ്ങളെല്ലാവരും അറിയുന്ന, ഒരുപോലെ അറിയുന്ന, കേരള മുസ്ലിമീങ്ങൾക്ക് പൊതുവെ അറിയുന്ന, ഏത് പൊട്ടനും തിരിയുന്ന മർക്കസിലുള്ള വിവാദ മുടി. ഈ മുടിയേക്ക് നിങ്ങൾക്ക് അത്രമാത്രം ആധികാരികതയും രേഖയൊക്കെ ഉണ്ടെങ്കിൽ എന്തേ നിങ്ങൾക്കത് പറയാൻ മടി? ഇത് കേൾക്കുന്ന ആർക്കും തിരിയും. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. കേൾക്കുന്നവർക്ക് തിരിയുണ്ട്. ഇർഫാനി സാഹിബ് എല്ലാ വിഷയങ്ങളും തിരിയുന്നുണ്ട്. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തിരിയുണ്ട്. കാരണം എന്താ അറിയോ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞ മർക്കസിലെ തെളിവ് ഞങ്ങൾ ഹാജരാക്കൂല, അതില്ല എന്നല്ല. നിങ്ങൾക്ക് ഈ മലയാളം തിരിയില്ല, ഞങ്ങൾ റെഡിയാണ്, ഒരു സംശയമില്ല. മർക്കസ് സഖാഫത്ത് സുന്നയിലുള്ള മുടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടേതാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡി. ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളല്ലേ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ തെളിയിക്കൂല എന്നാ മനസ്സിലാക്കിയത്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ട് പേച്ച് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ അതുപോലെയല്ല. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡി, അതിലൊരു തർക്കമില്ല. പക്ഷെ നിങ്ങൾക്കൊരു പണിയുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞത്. അതെന്താ? നിങ്ങൾ 50,000 രൂപക്ക് ലേലം ചെയ്ത മുടിയുണ്ടല്ലോ, അതും കൂടി അതിൻ്റെ കൂടെ എഴുതണം. അതാ ഈ പറഞ്ഞത്. മർക്കസിലെ മുടി നബി തങ്ങളുടേതാണെന്ന് എഴുതണം. അതിൻ്റെ കൂടെ അത് ഞങ്ങൾ എഴുതും. നിങ്ങളതല്ല എന്ന് എഴുതുന്നതോട് നിങ്ങൾ 50,000 രൂപക്ക് ലേലം ചെയ്ത മുടിക്ക് സനത് ഹാജരാക്കുമെന്ന് നിങ്ങൾ എഴുതണം. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം പറയാ ഞങ്ങളിത് പഠിച്ചു പിന്നെ നിഷേധിച്ചതാണ്. അല്ല, നിങ്ങളിത് കാന്തപ്രസ്ഥാനം കിട്ടിയവന് നിഷേധിച്ചു. കാരണം എന്താണെന്നറിയോ, മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് പട്ടിക്കാട് സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ച് തന്നെ നിങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, അതേവിടെ പോയി അതിൻ്റെ കാര്യം നിങ്ങൾ അവിടെ തന്നെ നിഷേധിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഒക്കെ കളവേ നിങ്ങൾ പറയൂ. ഇപ്പം ഇന്നലെ തന്നെ ഒരു തങ്ങൾ പങ്കെടുക്കുന്ന പറഞ്ഞു, വലിയ കുട്ടിയോസം തങ്ങൾ പറഞ്ഞു ഞാനത് അറിഞ്ഞിട്ടില്ല. എന്തിനാ ഈ നുണ പറയുന്നത്? നുണ പറയാനായിട്ട് ദജ്ജാലൂന കദ്ദാബൂൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ പെടണോ നിങ്ങൾ? പിന്നെ ഒരു സനത് മാത്രം നിങ്ങൾ കൊടുക്കൽ? പട്ടിക്കാട് എന്താ പോയത്തം പറഞ്ഞിട്ട് ഒരു സനത് മാത്രം നിങ്ങൾ കൊടുക്കല? ഒരാൾക്ക് മാത്രം കൊടുക്കല്? അല്ല, ഒരാൾക്ക് മാത്രമല്ല കൊടുക്കല്. അത് അപ്പോൾ പട്ടിക്കാട് ഒരാൾക്കേ ഉള്ളൂ? എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അതല്ല നമ്മളെ വിഷയം. ഞാൻ പറയുന്നത് ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളത് എഴുതാൻ തയ്യാറുമാണ്. പക്ഷെ അതിൻ്റെ കൂടെ എന്തെങ്കിലും എഴുതണം. അത് നിങ്ങളെ ആവശ്യമല്ല. കാരണം എന്താണ്, നിങ്ങൾ ഈ സമുദായത്തിന് മുന്നിൽ വന്ന് 50,000 രൂപക്ക് ലേലം ചെയ്തപ്പോൾ അത് എഴുതിയ വിഷയം തീർന്നു. മധ്യസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയുന്നു കൂടുതൽ തർക്കിക്കേണ്ട, ഞങ്ങൾ റെഡി, മർക്കസിലെ മുടി നബി തങ്ങളുടേതാണ് എന്ന് എഴുതും. അതിൻ്റെ കൂടെ ഞങ്ങൾ എന്തുകൂടി എഴുതും, ഇവർ തെളിവ് ഹാജരാക്കണം. അതും കൂടി നിങ്ങൾ ചർച്ച ചെയ്താൽ റെഡിയായി. കേരളീയ സാഹചര്യത്തിൽ ജനങ്ങൾ ഈ ഒരു ചർച്ച ഉണ്ടാക്കിയത് നിങ്ങളാണ്. സനത് വേണം എങ്കിലേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വിറ്റ ആ സാധനത്തിന് സനത് കൊണ്ടുപോകാം. 1 മണിക്കൂർ സമയമായി നമ്മുടെ വ്യവസ്ഥ പ്രോഗ്രാം ആരംഭിച്ചിട്ട്. വ്യവസ്ഥയിലെ ആദ്യ സബ്ജക്റ്റ് തന്നെ എഴുതണോ വേണ്ടോ എന്ന വിഷയത്തിൽ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് നിശ്ചിത ടൈം ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഒരു സംവാദമാകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 വിഭാഗത്തിൻ്റെയും ചർച്ച നീങ്ങുന്നത് വിവാദ വിഷയമായിട്ട് മധ്യസ്ഥൻ എന്ന നിലക്കാ സംസാരിക്കുന്ന, നിഷ്പക്ഷമായി ചിന്തിക്കാം. വിവാദ വിഷയമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കേരളത്തിലെ മുടിയുടെ, ഈ മർക്കസിലെ മുടിയുടെ ഒരു ആസ്തിക്യം, അതിൻ്റെ ഒരു അടിസ്ഥാനം ഈ കേരള ജനതക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സബ്ജക്റ്റ്. വേലൂര് മുടി, ആ മുടിക്ക് സനദില്ലാന്നോ അല്ലെങ്കിൽ ആ മുടി പിന്നെ അതിൻ്റെ കൊണ്ടുവന്ന പരമ്പര ശരിയില്ലാന്നോ, ഈ 2ൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അഭിപ്രായം ഉണ്ടോ? മധ്യസ്ഥ എന്ന നിലക്കാണ് ഈ വിഷയമേ തീർപ്പാക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അങ്ങനെയല്ല, അത് നിങ്ങൾ പറയണം, എന്നല്ല പറഞ്ഞ് തീർക്കണം. അതായത് പിന്നെ ആ വിഷയം നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വിഭാഗത്തിന് ജപം കാണിക്കുക, അതല്ല.
അതല്ല ശരി. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേലൂർ ബാക്കിയാത്തു സാലിയാത്തിലെ മുടി ആരും നിഷേധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ മുടിയായിട്ട് തന്നെ നിലനിൽക്കും. കേരളത്തിൽ ഇപ്പോൾ ഉള്ള മുടിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ആ മുടിയുടെ ഉടമയെക്കുറിച്ചും കേരളത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പണ്ഡിതന്മാരൊരു സനത് ചോദിക്കേണ്ട വിഷയം വരുന്നത്. അപ്പം അതാണ് അതിൻ്റെ മാനദണ്ഡം. മറ്റതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു ചർച്ച ഇല്ല. അപ്പം ആ ഒരു വിഷയത്തേക്ക് നമ്മൾ വിഷയം ഒരു തീരുമാനമായി കൊടുത്താൽ ഈ പ്രശ്നം നമുക്ക് പെട്ടെന്ന് അത് എഴുതിയിട്ട് നമുക്ക് അടുത്ത വിഷയത്തേക്ക് പ്രവേശിക്കാം. വളരെ എളുപ്പകരമാണ്. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മധ്യസ്ഥന്മാരെന്ന നിലയിൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാധ്യസ്ഥത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മൈക്കെടുത്തത്. അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ നിഷ്പക്ഷതയോടെ ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് നിഷ്പക്ഷമായില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരു ഭാഗത്തിൻ്റെ വാദം മാത്രമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത്. മറുഭാഗത്ത് നിന്ന് ഇവിടെ 25,000 രൂപ വെച്ച് 50,000 രൂപക്ക് വിൽപ്പന നടത്തി എന്ന് പറയുന്ന, കാസിമി വിൽപ്പന നടത്തി എന്ന് പറയുന്ന ഷെയറെ മുബാറക്ക് വെള്ളത്തെക്കുറിച്ചും ചർച്ച വന്നിട്ടുണ്ട്, എതിർവാദം വന്നിട്ടുണ്ട്. ആ സ്ഥിതിയിൽ ഒന്ന്. രണ്ടാമത്തത്, നമുക്ക് ഈ സംവാദം നടക്കണമെന്ന് നിർബന്ധം രണ്ട് പക്ഷവും പറയുന്നുണ്ട്. ഞാൻ സ്പെഷ്യലായിട്ടാണ് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് മർക്കസിലുള്ള ഷെയർ മുബാറക്കിനെ എതിർക്കുന്നു, തിരിച്ച് അപ്പുറത്തുള്ളവരോട് ചന്ദ്രിക അടക്കമുള്ള പത്രം എടുത്തു വെച്ചും അല്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വെല്ലൂരിലെ സനത് തെളിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നും ഉണ്ട്. കാരണം ഒരു വിഷയത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ വേണമെന്നൊരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് അതിനെ ഞാൻ നിരീക്ഷിക്കുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു വിഷയം, ഇവിടെ ചർച്ചക്കിടയിൽ ബഹുമാനപ്പെട്ട ഇർഫാൻ ഉസ്താദോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരോ ഒരാൾ പറഞ്ഞു, നമുക്ക് സംവാദത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ, ആ സമയത്ത് കൃത്യമായി മറുപടി പറയും വെല്ലൂരിലെ സനത് എന്ന് പറഞ്ഞ സ്ഥിതിയിൽ നമുക്ക് ഈ സംവാദം നടക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ ഇവിടെ മർക്കസിലെ സനത് ഷെയർ മുബാറക്കിൻ്റെ സനത് ചർച്ച ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഒരു നമ്മുടെ ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എതിർപക്ഷത്തു നിന്ന് അതുകൂടി എഴുതി വെച്ചാൽ അവിടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന വിഷയം ഇവിടെ എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ കേട്ടതാണ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല. തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് തന്നെ പോവുക. ഇപ്പോൾ നടക്കുന്ന ചർച്ച സാധാരണ സംവാദത്തിൻ്റെ വ്യവസ്ഥകളിൽ വിഷയം നിർണ്ണയിക്കാൻ വേണ്ടി വളരെയേറെ ചർച്ച നടക്കാറുണ്ട്. ആ നിലയിലുള്ള ചർച്ചയാണ് ഇത്. അധികപ്പറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് ചർച്ചകൾ കണ്ടു പരിചയമുള്ള പ്രവർത്തകരായിരിക്കും രണ്ട് പക്ഷത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ രണ്ടും കൂടി ജമ്മ് ചെയ്തിട്ടുള്ള ഒരു വിഷയം എഴുതുക, രണ്ട് ഭാഗത്തുനിന്നും കൂടി പറഞ്ഞത് വെച്ചിട്ട് അങ്ങനെയാവും നല്ലത് എന്ന് ഞാൻ അഭിപ്രായം പറയുന്നു എൻ്റേതായി. കാരണം അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ പോലെ ഞാനും സൂചിപ്പിക്കുന്നു. അല്ല, അതിന് ഇവിടെ മധ്യസ്ഥനോട്, ബഹുമാനപ്പെട്ട മധ്യസ്ഥനോട്, ഇവിടെ ബാക്കിയാത്തല്ല വെല്ലൂരിലെ മുടിയെ പറ്റിയുടെ തർക്കമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ. പിന്നെ എന്തിനാണ് നമ്മൾ അതിനെപ്പറ്റി വിവാദം നടത്തുന്നത്? അത് വിവാദത്തിൽ ആ വിഷയത്തിൽ സനത് വായിക്കേണ്ടതുണ്ടെന്നും ആ സനദിനെ കുറിച്ച് ഇവിടെ ചർച്ച പുറത്ത് നടക്കുന്നുണ്ട് എന്നും ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ സ്ഥിതിയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാളേറെ നിങ്ങൾ അവിടെ ചോദിക്കാമെന്നും പറഞ്ഞു. അവിടെ ചോദിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ, ഒരു മിനിറ്റ്, അവിടെ ചോദിക്കാൻ പറ്റുന്ന വിഷയമാണ്. സംവാദത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായി ചോദിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. ഇതെന്ന് സമ്മതിക്കുകയാണ് നേരത്തെ നിങ്ങൾ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിഷയം തന്നെ മിണ്ടരുത്, ഇവിടെ ചർച്ച അല്ല എന്ന് പറയുമായിരുന്നു. ചെറിയ ഇടപെടൽ. അത് സുഹൃത്ത് പറഞ്ഞ് നിങ്ങൾ മധ്യസ്ഥനോട് പറഞ്ഞല്ലോ ഇവിടെ മർക്കസിലെ മുടിയാണ് വിവാദം. ആ വിവാദമാക്കാനുള്ള ഇല്ലത്തെന്താണ്? അതിന് സനദില്ലാന്ന് പറഞ്ഞിട്ട് അതേ വിഷയം നിങ്ങളാണ് ഇവിടെ എടുത്തിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യം വന്നു, വെല്ലൂരിലെ മുടിക്ക് സനത് എവിടെ? അപ്പോൾ അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ എഴുതണം. മർക്കസിലേതില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടി എഴുതുക. കറക്റ്റ്, നിങ്ങൾ അതും കൂടി എഴുതിയാൽ മതി. ഇത് വെല്ലൂരിലെ മുടിക്ക് സനത്. നിങ്ങളിപ്പോൾ ആ വിശ്വാസം നിങ്ങൾ തന്നെ ഇടങ്ങാറാണ്ടി. കാരണം എന്താ, നിങ്ങളാണ് സമുദായത്തെ സനത് ഉണ്ടെങ്കിൽ അറിയപ്പെട്ടാലെന്ന് പറയാം. സനത് കൃത്യമായി വന്നാലേ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ പഠിപ്പിച്ചു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതോടുകൂടി ഈ മർക്കസിലെ മുടി എന്ത് കാരണത്തിനാണോ എതിർത്തത് അതേ കാരണം അവിടെ നിലവിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ എതിർത്തതും. സത്യത്തിൽ നിങ്ങളത് പറഞ്ഞും ചെയ്തു, നിങ്ങൾ എതിർത്തും ചെയ്തു. കാരണം എന്താ, സനദില്ലാത്ത സ്വീകരിക്കില്ല. നിങ്ങൾ സനതാണ് നിങ്ങളുടെ അടുത്ത് ഇല്ലേനും. അപ്പം നിങ്ങൾ ആ ചെയ്ത് 25,000 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും. അവിടെ ഇപ്പം നിങ്ങളുള്ളത് വളരെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ മധ്യസ്ഥൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തുടർന്ന് ഇടപെടുകയും എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കപ്പെട്ട സനദിൽ വെല്ലൂരിലെ സനത് ചർച്ചയല്ല എന്നാണ് മധ്യസ്ഥൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പേഴ്സണലായിട്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ വെല്ലൂരിലെ സനതല്ല ഇവിടെ ചർച്ച. മർക്കസിന് കൃത്യമായി കേൾക്കാം, അതൊന്ന് അടച്ചേക്കും. അപ്പോൾ വെല്ലൂരുള്ള മർക്കസിലുള്ള സനതാണ് ഇവിടെ ചർച്ചയാവുന്നത്. നിങ്ങൾ ചർച്ച കൊണ്ടുവന്നപ്പോഴാണിത്. അത് ചർച്ച ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അദ്ദേഹം അറിയിച്ചു. കാരണം വെല്ലൂരുള്ള സനത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന സനതല്ല. അത് പാരമ്പര്യമായി നല്ല ആളുകളിലൂടെ കടന്നു വന്ന ഒരു പരമ്പരയാണ്. അവിടെ സനത് വ്യക്തമാക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലാണെങ്കിൽ ആ ചർച്ച
അവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് ചിന്തിച്ചിട്ട് ആ രൂപത്തിൽ കൊണ്ടുപോകാൻ ഞാൻ സദസ്സിന് അനുവാദം. ഓക്കെ അത് നിങ്ങളൊന്ന് തുറന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് നോക്കാം. നിങ്ങൾ 25,000 രൂപക്ക് വിറ്റ 50,000 രൂപക്ക് നിങ്ങളെ കാസിമി വിറ്റ അല്ലല്ല ആ കാസിമി വിറ്റ അതിന്റെ സനത് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. എന്നാ ബാക്കി നിങ്ങൾ പറയാം. തുറന്ന് പറയും. മധ്യസ്ഥന് ഇടപെട്ടതാണ് നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ഇടപെട്ടത്? അതെ, ആ മധ്യസ്ഥന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളാ പറയണ്ടേ? ഇത് പറയും, ഇതിന്റെ വിഷയം പറയും, ഞങ്ങൾ തീരുമാനം. നിങ്ങൾക്ക് പറയണ്ട. ഇവിടെ ഇപ്പം ചർച്ചകളാണ് ഇപ്പം നടന്നത്. നിങ്ങളെ ചർച്ചകൾ നടന്നിട്ടില്ലല്ലോ. അത് അതിൻ്റെ ഇടയിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവരോടെ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടില്ല. മധ്യസ്ഥന്മാർ വിഷയം ഇടപെട്ടപ്പോ അതിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. ആ വ്യവസ്ഥയിൽ പോകാം. മധ്യസ്ഥനോടാ വെച്ചോളൂ. നിങ്ങൾ പറഞ്ഞോ, മധ്യസ്ഥനോടാ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞോളൂ. അതിനു വേണ്ടി സമയം കളയണ്ട. വിഷയം ഞാൻ പറയാം. മർക്കസിലെ വിവാദമുടി, ആ വിഷയത്തിൽ വ്യവസ്ഥ എഴുതണം. വ്യവസ്ഥ എഴുതുക. അതായത് പറഞ്ഞുതരാം, നമ്മളൊക്കെ ഉലമാക്കളാണല്ലോ. നമ്മുടെ സ്ഥിതി അനുസരിച്ച് ശരിക്ക് സംശയാസ്പദമായ ഒരവസ്ഥ വരുമ്പോഴാണ് നമുക്കെന്താകുന്നത്, സനത് ചോദിക്കേണ്ടി വരുന്നത്. അല്ല, നിഷ്പക്ഷമായിട്ട് തന്നെ അത് പറയാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരു ഭാഗത്തേക്ക് ജാനിബായിട്ടല്ല. അപ്പൊ ആ നിലക്ക് വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനം തെളിയണം. അല്ല മറ്റത് സനത് അങ്ങനെ പരമ്പരമായിട്ട് നിങ്ങൾ ഉലമാനെ സംസാരിച്ചോളി. സനത് അങ്ങനെ ഒരിക്കലും എന്താണ് പിന്നെ ഉലമാക്കളൊക്കെ പറഞ്ഞത് എന്താ ദാരിമി സനദിനെ കുറിച്ച് പറഞ്ഞ് ആ വിഷയങ്ങളൊക്കെ ഒന്ന് അപ്പൊ അല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ നിഷ്പക്ഷമായി മനസ്സിലാക്കി എന്നിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കണം. അദ്ദേഹം തൊട്ടു മുമ്പ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ സനത് പാരമ്പര്യമായി കൈമാറി വന്ന ഷെയറാണ്. അതിൻ്റെ സനത് അവിടെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ദുരൂഹമായെന്ന് പറയുന്നില്ല ഞാൻ, അല്ലാത്തതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാരെന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ ആ വാക്ക് അതുപോലെ കടെടുത്ത് പറയാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി ചർച്ച തുടരുകയാണെങ്കിൽ അവിടുത്തെ ഒരു മിനിറ്റ് ഇവിടെ നമ്മൾ 2 കൂട്ടരും ഒത്ത ഒരു വിഷയം, നമ്മൾ 2 കൂട്ടരും തർക്കത്തിലുള്ള വിഷയം, വെല്ലൂരിലെ മുടിനെ പറ്റി ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. മർക്കസിലുള്ള മുടിയെപ്പറ്റി, ഈ മുടി ഷെയർ മുബാറക്കാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുകയും അതിന് പള്ളി കെട്ടുകയും അതിന് പിരിവ് നടത്തുകയും ചെയ്യുന്ന ഈ മുടിയെപ്പറ്റി അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നിന്ദിക്കുകയാണെന്ന് നിങ്ങൾ പറയുന്ന എല്ലാവരുടെയും കവലകളിൽ പ്രസംഗിച്ചു വരുന്ന ഈ മുടിയെപ്പറ്റി, ഇതിനെപ്പറ്റി അതാണ് നമ്മളിലുള്ള തർക്ക വിഷയം, വിവാദകേശം. അതാണ് നമ്മളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ വിവാദം. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വെല്ലൂരിലുള്ള മുടിയെപ്പറ്റി ഞങ്ങളിവിടെ ചർച്ച ചെയ്യേണ്ടയില്ല, അതിനല്ല ഞങ്ങൾ വന്നിട്ടുള്ളതും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലൂരിലുള്ള മുടിൻ്റെ സനതോ മറ്റോ വെച്ച് അങ്ങനെ എങ്ങനെയാണ് കിട്ടിയത് ആ രീതിയിലാണെന്നൊക്കെ സമ്പാദിച്ച് നിങ്ങൾക്ക് ദലീലായിട്ടൊക്കെ മറ്റോ കൊണ്ടുവരാം. അതാ ഞങ്ങൾ സമ്പാദത്തിലായി നിങ്ങൾക്ക് വിഷയാക്കാമെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങളിവിടെ വന്നത് കേരള മുസ്ലിമീങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായി ഇന്ന് വളരെ വ്യക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മർക്കസിലെ നിങ്ങളുടെ കയ്യിലുള്ള വിവാദകേശം, ഈ വിവാദകേശത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ ആ വിഷയം എഴുതുക, നമുക്ക് അതിനെപ്പറ്റി ചർച്ചയാവാം. നിങ്ങളുടെ കയ്യിൽ അതിന് തെളിവില്ല എന്ന് തോന്നുന്നു, ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ ഞങ്ങൾ തമ്മിൽ 2 ആളും കൂടി ഒത്തൊരു വിഷയമല്ലേ, അത് എഴുതുക. അടുത്തത് നമുക്ക് അടുത്ത ഘട്ടത്തിലാക്കാം, അത് നമുക്ക് മറ്റൊരു വിഷയമാക്കാം. ഇവിടെ മർക്കസിലുള്ള മുടിയെപ്പറ്റി നിങ്ങൾക്ക് പറയാൻ എന്തോ ഭയമുള്ളത് പോലെയുണ്ട്. ഞങ്ങൾ പറയും, പക്ഷേ മറ്റത് പറയണം എന്ന് എന്തിനാണ് കൈത് വെക്കുന്നത്? അത് ഇരിക്കട്ടെ, അത് നമുക്ക് വേറെ ചർച്ചയാവാം, അതിവിടെ വിഷയമല്ല. ഇവിടെ വിഷയം നമ്മൾ തമ്മിൽ ഇത്തിഫാക്കായ നിങ്ങളും നമ്മൾ തമ്മിൽ തർക്കമാണെന്ന് പറഞ്ഞാൽ, നമ്മൾ എഴുതാമെന്ന് പറഞ്ഞാൽ നിങ്ങളും അംഗീകരിച്ചല്ലോ അതാകാമെന്ന്, ആ വിഷയത്തെക്കുറിച്ച് ആവട്ടെ ചർച്ച. അതുകൊണ്ട് ഈ മർക്കസിലുള്ള വിവാദകേശത്തെക്കുറിച്ചുള്ള സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ ഈ ഒഴിഞ്ഞു മാറ്റത്തിൽ നിന്ന്
ഇത് കാണുന്ന, ഇത് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും തിരിയും നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മുടി സംശയാസ്പദമാണ് എന്നല്ല, വളരെ വ്യക്തമാണ് അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ സംവാദത്തിന് എഴുതണം. വളരെ വിനയപുരസ്സരം ആവശ്യപ്പെടുകയാണ്. മറ്റ് കാടുകയറിയ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. അൽഹംദുലില്ലാ, നിങ്ങളെ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇത് സമൂഹത്തിന് പഠിപ്പിച്ചാൽ സമൂഹം ബോധ്യരാവും, ഉറപ്പാ. കാരണം എന്താ, നിങ്ങൾക്ക് നിങ്ങൾക്ക് 50,000-നും 25,000-നും 1,00,000-നൊക്കെ ലേലം ചെയ്യാൻ വീക്ക്, അതിന് സനതൊന്നും വേണ്ട. അതിപ്പോൾ ഇവിടെ വിവാദമായി വീണ്ടു. കാരണം എന്താ, നിങ്ങളെ മധ്യസ്ഥൻ തന്നെ പറഞ്ഞു എന്ത് സനദിൻ്റെ ആവശ്യമില്ല. അവിടെ സനദില്ല.